Good morning. ഞാനിവിടെ ഷെയർ ചെയ്തേക്കുന്ന സ്ക്രീൻ നിങ്ങൾക്ക് ഓക്കെ ആണോ? ക്ലിയർ ആണോ? ശ്രുതി, ഷെയർ ചെയ്തേക്കുന്നത് ഓക്കെ അല്ലേ? യെസ്. അപ്പോ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സെലക്ഷൻ പ്രൊസീജിയർ ആണ് നമ്മൾ പറഞ്ഞല്ലേ. സെലക്ഷൻ പ്രൊസീജിയർ എത്ര സ്റ്റെപ്പ് ഉണ്ടെന്നാ പറഞ്ഞേ? 6 സ്റ്റെപ്പുകള്. സ്ക്രീനിങ് ഓഫ് ആപ്ലിക്കൻസ്, സെലക്ഷൻ ടെസ്റ്റ്, സെലക്ഷൻ ഇന്റർവ്യൂസ്, മെഡിക്കൽ എക്സാമിനേഷൻ, റെഫറൻസ് ചെക്ക് ആൻഡ് ബാക്ക്ഗ്രൗണ്ട് വെരിഫിക്കേഷൻ. ലാസ്റ്റ് 6ാമത്തെ സ്റ്റെപ്പ് ഏതാ? ഹയറിംഗ് ഡിസിഷൻ. ഇതിൽ നമ്മൾ സ്ക്രീനിങ് ഓഫ് ആപ്ലിക്കൻസ് പറഞ്ഞു, സെലക്ഷൻ ടെസ്റ്റുകൾ പറഞ്ഞു, സെലക്ഷൻ ഇന്റർവ്യൂസ് അല്ലെ. 3 പോയിന്റ്സ് അല്ലേ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത്? സെലക്ഷൻ ഇന്റർവ്യൂ വരെ അല്ലേ കഴിഞ്ഞ ക്ലാസ്സിൽ തീർത്തത്? ഇനി നെക്സ്റ്റ് സെലക്ഷൻ പ്രൊസീജിയറിന്റെ 4th സ്റ്റെപ്പ് എന്ന് പറയുന്നത് മെഡിക്കൽ എക്സാമിനേഷൻ ആണ്. മെഡിക്കൽ എക്സാമിനേഷൻ. Medical examination is performed in order to observe the candidate's stamina or patience level under pressure, as there are several jobs which require a lot of patience. So, ഈ മെഡിക്കൽ എക്സാമിനേഷൻ എന്തിനു വേണ്ടിയാണ് നടത്തുന്നത്? In order to observe the candidate's stamina or patience level. എന്താണ് കാൻഡിഡേറ്റ്സിന്റെ സ്റ്റാമിന? ആ ഒരു ജോലി ചെയ്യാൻ അവർക്ക് സ്റ്റാമിന ഉണ്ടോ, അവരുടെ സ്റ്റാമിന എത്രത്തോളമാണ്, അതുപോലെ പേഷ്യൻസ് ലെവൽ, അവർക്ക് അധ്വാനം എന്ന് വെച്ചാൽ ചില ജോലികൾക്കൊക്കെ നല്ല അധ്വാനം വേണ്ടി വരാം. നമ്മള് ഫിസിക്കലി നമ്മള് സ്ട്രെങ്ത് ആവേണ്ടി വരാം. ഇന്റലിജൻസ് മാത്രമല്ല, ഫിസിക്കലി ഫിറ്റ് ആവണം അല്ലെ. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? മെഡിക്കൽ എക്സാമിനേഷൻ നടത്തുന്നത്. മെഡിക്കൽ എക്സാമിനേഷൻ ഫസ്റ്റ് സെന്റൻസ് അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതിനു വേണ്ടിയിട്ടാണ് പെർഫോം ചെയ്യുന്നത്. ഇൻ ഓർഡർ ടു ഒബ്സർവ് ദ കാൻഡിഡേറ്റ് സ്റ്റാമിന ഓർ പേഷ്യന്റ് ലെവൽ, as there are several jobs which require a lot of patience. പല ജോലികൾക്കും ഈ അധ്വാനം ആവശ്യമുള്ള പല ജോലികളുണ്ട്. നമ്മള് medical examination evaluate whether the candidates possess these qualities or not. അപ്പൊ എന്താ ഈ മെഡിക്കൽ എക്സാമിനേഷൻ കാൻഡിഡേറ്റ്സിന് ഈ കഴിവുകൾ ഉണ്ടോ അല്ലെ, ഈ ക്വാളിറ്റി ഉണ്ടോ ഇല്ലയോ എന്ന് ഇവാലുവേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് മെഡിക്കൽ എക്സാമിനേഷൻ നടത്തുന്നത് അല്ലെ. അവർക്ക് അതിനുള്ള സ്റ്റാമിന ഉണ്ടോ, ആ ജോലി ചെയ്യാൻ സ്റ്റാമിന ഉണ്ടോ, അധ്വാനം ഓർ പേഷ്യന്റ് ലെവൽ, അധ്വാനം ഉള്ള ആ ജോലികൾ അങ്ങനെ ചെയ്യാനുള്ള അവരുടെ ഫിസിക്കലി അവർ ഓക്കെ ആണോ, ഇതൊക്കെ അറിയുന്നതിന് വേണ്ടിയിട്ടാണ് ഇതിന്റെ മെഡിക്കൽ എക്സാമിനേഷൻ നടത്തുന്നത്. Then it identifies the deficiencies of selective and qualitative placement for positive course and not for rejection only. ഈ മെഡിക്കൽ എക്സാമിനേഷൻ നടത്തുന്നത് കാൻഡിഡേറ്റ്സിനെ അതിൽ നിന്ന് റിജക്ട് ചെയ്യുന്ന ഉദ്ദേശത്തിന് വേണ്ടി മാത്രമല്ല എന്ന്. റിജക്ട് ചെയ്യുക, അപ്പൊ അതിന് സ്യൂട്ടബിൾ അല്ലാത്തവരെ റിജക്ട് ചെയ്യുക എന്ന ഉദ്ദേശത്തിന് വേണ്ടി മാത്രമല്ല ഈ മെഡിക്കൽ എക്സാമിനേഷൻ നടത്തുന്നത്. എന്തിനു കൂടി വേണ്ടിയാ? ഒരു പോസിറ്റീവ് കാരണത്തിനായി ഒരു തെരഞ്ഞെടുക്കപ്പെട്ടതും അതുപോലെ ഗുണപരമായിട്ടുള്ള ഒരു പ്ലേസ്മെന്റിന്റെ ആ ഒരു പോരായ്മകള് ഇത് എന്ത് ചെയ്യുന്നു? തിരിച്ചറിയുന്നു. ഉണ്ടോ? ഇറ്റ് ഐഡന്റിഫൈസ് ദ ഡെഫിഷ്യൻസി ഓഫ് സെലക്റ്റീവ് ആൻഡ് ക്വാളിറ്റേറ്റീവ് പ്ലേസ്മെന്റ്. ഇപ്പൊ നമ്മളിപ്പോഴേ നമുക്കൊരു പ്ലേസ്മെന്റ് ആ ഒരു കറക്റ്റ് പൊസിഷനിലേക്ക് അവര് പ്ലേസ് ചെയ്യുന്നതിനാണ് പ്ലേസ്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ അതിലേക്ക് അവര് ആ തെരഞ്ഞെടുത്ത കാൻഡിഡേറ്റ്സിന്റെ ഡെഫിഷ്യൻസീസ് ഐഡന്റിഫൈ ചെയ്യാൻ. ഇപ്പൊ എന്നെ വെറുതെ ഒരു പോസ്റ്റിലേക്ക് എന്നെ കൊണ്ടുവന്നിട്ടാണ്, അവിടെ മെഡിക്കൽ എക്സാമിനേഷൻ നടത്തിയില്ല. മെഡിക്കൽ എക്സാമിനേഷൻ നടത്താതെ നേരെ ഇന്റർവ്യൂ കഴിഞ്ഞിട്ട് അവിടെ എന്നെ പോസ്റ്റ് ചെയ്ത ചിലപ്പോ എനിക്ക് ആ ജോലി ചെയ്യാൻ എനിക്ക് ഫിറ്റ് ആയിട്ട് ഉണ്ടാവില്ല, എനിക്ക് അത്രയും ആരോഗ്യം ഉണ്ടാവില്ല ചിലപ്പോ അല്ലെ. അപ്പൊ എനിക്ക് ആ ജോലി ചിലപ്പോ ചെയ്യാൻ പറ്റൂല. അപ്പൊ ഡെഫിഷ്യൻസിയും കൂടി ആ പ്ലേസ്മെന്റിന്റെ അല്ലെ, ഒരു സെലക്റ്റീവ് ആൻഡ് ക്വാണ്ടിറ്റേറ്റീവ് പ്ലേസ്മെന്റ്, ആ പ്ലേസ്മെന്റിന്റെ ഒരു ഡെഫിഷ്യൻസിയും കൂടി ഐഡന്റിഫൈ ചെയ്യാനായിട്ട് ഈ മെഡിക്കൽ എക്സാമിനേഷൻ ഹെൽപ്പ് ചെയ്യുന്നു. ഇത് റിജക്ട് ചെയ്യുന്നതിന് വേണ്ടി മാത്രമല്ല ഈ മെഡിക്കൽ എക്സാമിനേഷൻ നടത്തുന്നത്. ഒന്ന് അണ്ടർലൈൻ ചെയ്തോട്ടോ. ഇറ്റ് ഐഡന്റിഫൈസ് ദ ഡെഫിഷ്യൻസീസ് ഓഫ് സെലക്റ്റീവ് ആൻഡ് ക്വാളിറ്റേറ്റീവ് പ്ലേസ്മെന്റ്.
Then it also indicates the suitability of the candidates for the job and to prevent his transfer to other job position. ഇനി ഇത് എന്തിൽ കൂടി സഹായിക്കുന്നു? It indicates the suitability of the candidates for the job. ആ ജോലിക്ക് വേണ്ടി കാൻഡിഡേറ്റ്സിന്റെ അനുയോജ്യത, അതായത് അവര് സ്യൂട്ടബിൾ ആണോ എന്നുള്ളതും നിർണ്ണയിക്കാനായിട്ട് മെഡിക്കൽ എക്സാമിനേഷൻ ഹെൽപ്പ് ചെയ്യുന്നു. ഇപ്പൊ നമ്മള് എന്റെ കറക്റ്റ് ആയിട്ടുള്ള ഇന്റർവ്യൂ കഴിഞ്ഞ് മെഡിക്കൽ എക്സാമിനേഷൻ നടത്തി ഞാൻ ആ ജോലിക്ക് ഓക്കെ ആണെങ്കിൽ എന്നെ അതിലേക്ക് പോസ്റ്റ് ചെയ്യുകയാണെങ്കിൽ പിന്നെ ഒരു ട്രാൻസ്ഫറിന്റെ പ്രശ്നം വന്നില്ല അല്ലെ. അതാണ് പറഞ്ഞത് പ്രിവെന്റ് ഹിസ് ട്രാൻസ്ഫർ ടു അതർ ജോബ്. വേറെ ജോലിയിലേക്കുള്ള ട്രാൻസ്ഫർ അതിനെ പ്രിവെന്റ് ചെയ്യുന്നു. ഇപ്പൊ ഞാൻ പറഞ്ഞില്ല ആദ്യം ഇതിങ്ങനെ മെഡിക്കൽ എക്സാമിനേഷൻ നടത്താതെ ആ പോസ്റ്റിലേക്ക് നേരെ എന്നെ കൊണ്ടുവന്നിട്ട് കഴിഞ്ഞാൽ ചിലപ്പോ ഒരു ദിവസം ചെയ്ത് കഴിയുമ്പോഴായിരിക്കും എനിക്ക് ഫിസിക്കലി ഞാൻ ചിലപ്പോ സ്ട്രോങ് ആയിരിക്കില്ല ആ ജോലി ചെയ്യാൻ. അപ്പൊ എനിക്ക് എന്ത് വേണ്ടി വരും? വേറെ പോസ്റ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യേണ്ടി വരില്ലേ അല്ലേ? അപ്പൊ ആദ്യം ഈ മെഡിക്കൽ എക്സാമിനേഷൻ നടത്തുകയാണെങ്കിൽ എന്താ പറയാ, എനിക്ക് ആ ജോലിക്ക് ഞാൻ ഫിറ്റ് അല്ല എന്ന് അപ്പൊ തന്നെ അവിടെ മനസ്സിലാക്കാം. അപ്പൊ എന്റെ ആ കേപ്പബിലിറ്റി അനുസരിച്ചുള്ള ജോലിയിലേക്ക് എന്നെ നേരെ പോസ്റ്റ് ചെയ്യാം. അപ്പൊ അവിടെ ആ ട്രാൻസ്ഫറിന്റെ ഒരു സാധ്യത ഉണ്ടാവുന്നില്ല, അതിനെ തടയുന്നു. ഇറ്റ് പ്രിവെന്റ് ഹിസ് ട്രാൻസ്ഫർ ടു അതർ ജോബ്. അതുകൂടി ഒന്ന് അണ്ടർലൈൻ ചെയ്തോട്ടോ. Medical examination indicates the suitability of the candidates for the job and also prevent his transfer to other job position. മറ്റുള്ള ജോബ് പൊസിഷനിലേക്ക് ആ ജോലിയിൽ കയറിയതിനു ശേഷം പിന്നെ ട്രാൻസ്ഫർ കൊടുക്കുന്നത് അതിനെ ഒഴിവാക്കാൻ പറ്റും. അതുപോലെ കാൻഡിഡേറ്റ്സിന്റെ സ്യൂട്ടബിലിറ്റിയും കാണിക്കുന്നു. ഓക്കെ, ക്ലിയർ ആണോ? ഇനി അടുത്ത പാരഗ്രാഫ് നോക്കിയേ. എ മെഡിക്കൽ എക്സാമിനേഷൻ ഈസ് പെർഫോംഡ് to place the right candidates at the right job where they can function without any kind of ill effect or loss to their health. ഇനി മെഡിക്കൽ എക്സാമിനേഷൻ എന്തിനു വേണ്ടിയാണ് നിർണ്ണയിക്കുന്നത്? എന്തിനു വേണ്ടിയാ ചെയ്യുന്നത്? പെർഫോം ചെയ്യുന്നതിനാ ടു പ്ലേസ് ദ റൈറ്റ് കാൻഡിഡേറ്റ്സ് അറ്റ് ദ റൈറ്റ് ജോബ്. ശരിയായ ജോലിക്ക് ആ ശരിയായ കാൻഡിഡേറ്റ്സിനെ പ്ലേസ് ചെയ്യാനായിട്ട്. അവിടെ എങ്ങനെ നമുക്ക് വേർതിരിക്കാൻ ഫംഗ്ഷൻ, അവിടെ നമുക്ക് ഒരു തരത്തിലുള്ള രോഗമോ അല്ലെ അല്ലെങ്കിൽ നമുക്ക് ഒരു ആരോഗ്യത്തിന് വേറൊരു ദോഷമൊന്നും വരാത്ത രീതിയിൽ നമുക്ക് അവിടെ പ്രവർത്തിക്കാൻ പറ്റും. എന്നുവെച്ചാൽ ഞാൻ ഓക്കെ ആണെന്നേ, ആ ജോലിക്ക് ഞാൻ കറക്റ്റ് ഫിറ്റ് ആണ്, ഫിസിക്കലി ഞാൻ അത് ചെയ്യാനായിട്ട് എനിക്ക് അത്രയും ആരോഗ്യമുണ്ട്, അതൊക്കെ നോക്കിയിട്ട് ആ പോസ്റ്റിലേക്ക് കറക്റ്റ് ആയിട്ട് ഇടുമ്പോ പിന്നെ നമ്മൾ ആ ജോലി ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് കാര്യങ്ങൾ ഒഴിവാക്കാം, വേറെ രോഗങ്ങൾ ഒഴിവാക്കാം, ഹെൽത്തിന് വേറെ ദോഷമൊന്നും ഇല്ലാതെ ശരിയായ ജോലിക്ക് ശരിയായ കാൻഡിഡേറ്റ്സിനെ നമുക്ക് അവിടെ പ്ലേസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഒരു തരത്തിലുമുള്ള ദോഷമോ അതുപോലെ തന്നെ നമുക്കൊരു വേറെ ബുദ്ധിമുട്ടുകളോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ അവിടെ കണ്ടിന്യൂ ചെയ്ത് പ്രവർത്തിക്കാൻ പറ്റും. Then it is generally performed by the organization or physician or a medical officer authorized by the organization. ഇനി ഈ മെഡിക്കൽ എക്സാമിനേഷൻ ആരാ നിർവഹിക്കുന്നത്? ആരാ ചെയ്യുന്നത്? ഓർഗനൈസേഷന്റെ സ്വന്തം ഫിസിഷ്യൻ, ആ ഒരു സ്ഥാപനത്തിന്റെ സ്വന്തം ഫിസിഷ്യനോ അല്ലെങ്കിൽ ഈ ഓർഗനൈസേഷൻ അംഗീകരിച്ചിട്ടുള്ള മെഡിക്കൽ ഓഫീസറിനോ ഈ മെഡിക്കൽ എക്സാമിനേഷൻ ചെയ്യാൻ പറ്റും. അണ്ടർലൈൻ ചെയ്ത സെന്റൻസ് ഫസ്റ്റ്, ആ പാരഗ്രാഫിലെ ഫസ്റ്റ് സെന്റൻസ് അണ്ടർലൈൻ ചെയ്യുക. കാൻഡിഡേറ്റ്സ് അറ്റ് ദ റൈറ്റ് ജോബ് എന്ന് വരെയും അണ്ടർലൈൻ ചെയ്തിടുക. പിന്നെ നോക്കിയേ ലാസ്റ്റ്, ഇതെന്തിനു വേണ്ടി, ഇതാരാണ് നിർവഹിക്കുന്നത്? മെഡിക്കൽ എക്സാമിനേഷൻ പെർഫോംഡ് ബൈ ദ ഓർഗനൈസേഷൻ ഓർ ഫിസിഷ്യൻ ഓർ മെഡിക്കൽ ഓഫീസർ ഓതറൈസ്ഡ് ബൈ ദ ഓർഗനൈസേഷൻ. ക്ലിയർ ആണോ മെഡിക്കൽ എക്സാമിനേഷൻ? ഇനി അടുത്തത് നോക്കിയേ, റെഫറൻസ് ചെക്ക് ആൻഡ് ബാക്ക്ഗ്രൗണ്ട് വെരിഫിക്കേഷൻ. അടുത്ത സ്റ്റെപ്പ് ഏതാ? പ്രൊസീജിയർ ഏതാണ്? റെഫറൻസ് ചെക്ക് ആൻഡ് ബാക്ക്ഗ്രൗണ്ട് വെരിഫിക്കേഷൻ. എന്താ റെഫറൻസ് ചെക്ക് എന്ന് പറയുന്നത്? നോക്കിയേ, സെലക്ഷൻ പ്രൊസീജിയർ ഇൻക്ലൂഡ്സ് ദി സ്റ്റെപ്സ് ഓഫ് റെഫറൻസ് ചെക്ക് ആൻഡ് ബാക്ക്ഗ്രൗണ്ട് വെരിഫിക്കേഷൻ. ഈ സെലക്ഷൻ പ്രൊസീജിയറിൽ ഈ സ്റ്റെപ്പ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഏത്? റെഫറൻസ് ചെക്ക് ആൻഡ് ബാക്ക്ഗ്രൗണ്ട് വെരിഫിക്കേഷൻ എന്ന് പറഞ്ഞ സ്റ്റെപ്പ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എന്തിനു വേണ്ടി? For the purpose of revealing more information regarding the candidates. കാൻഡിഡേറ്റ്സിനെ സംബന്ധിക്കുന്ന കൂടുതൽ വിവരങ്ങൾ വെളിപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട്. നമ്മൾ ആപ്ലിക്കേഷൻ ഫോമിലൊക്കെ നമ്മൾ ഓൾറെഡി നമ്മളെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അത് കൂടാതെ
അത് കൂടാതെ നമുക്ക് കൂടുതൽ കാൻഡിഡേറ്റ്സിനെ സംബന്ധിക്കുന്ന കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് റെഫറൻസ് ചെക്ക് ബാക്ക്ഗ്രൗണ്ട് വെരിഫിക്കേഷൻ എന്നുള്ളത് ഈ സെലക്ഷൻ പ്രൊസീജിയറിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഒന്ന് അണ്ടർലൈൻ ചെയ്തോട്ടോ. എന്തിനു വേണ്ടിയാ? For the purpose of revealing more information regarding the candidates. Underline ചെയ്തോട്ടെ. Then organization requests the candidates for some references from whom they can gain some more information. ഇനി ഓർഗനൈസേഷൻ കാൻഡിഡേറ്റ്സിനോട് ആവശ്യപ്പെട്ടാൽ റെഫറൻസ് അവർക്കൊന്ന് റെഫർ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ കുട്ടി പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓക്കെയാണോ ശരിയാണോ ഒന്നുകൂടി ഒന്ന് വെരിഫൈ ചെയ്യുന്നതിനൊക്കെ വേണ്ടിയിട്ട് എന്താണ് ഈ ഓർഗനൈസേഷൻ റിക്വസ്റ്റ് ചെയ്യാം, ഒരു സ്ഥാപനം കാൻഡിഡേറ്റ്സിനോട് റിക്വസ്റ്റ് ചെയ്യാം. Then the information may be concerned with ആ ഓർഗനൈസേഷൻ ആ കാൻഡിഡേറ്റ്സിൽ നിന്ന് ആവശ്യപ്പെടുന്ന വിവരങ്ങൾ ഏതൊക്കെയാ? എന്തുമായി ബന്ധപ്പെട്ട് വരുന്നതാ? എന്തിനെ സംബന്ധിക്കുന്നതാ? their background, അവരുടെ ബാക്ക്ഗ്രൗണ്ട് എന്താണ്, ക്യാരക്ടർ, വർക്കിംഗ് എക്സെട്ര. ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടോ. നമ്മൾ ആ റെഫറൻസ് ചെക്കിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഇൻഫർമേഷൻ എന്തൊക്കെ കാര്യങ്ങളാ? കൺസേൺ വിത്ത് their ബാക്ക്ഗ്രൗണ്ട്, കാൻഡിഡേറ്റ്സിന്റെ ബാക്ക്ഗ്രൗണ്ട്, ക്യാരക്ടർ ആൻഡ് വർക്കിംഗ് എക്സെട്ര തുടങ്ങിയ കാര്യങ്ങളാണ് അതിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അത് അണ്ടർലൈൻ ചെയ്യണം. Then next നോക്കിയേ, this information may be concerned with their background, character, working, etc. Okay. This reference may be include. ഇനി റെഫറൻസിന് ആരൊക്കെയാകാം റെഫറൻസിൽ വരുന്നത്? എക്സ് എംപ്ലോയേഴ്സ് ഓഫ് ദ കാൻഡിഡേറ്റ്സ്. ആരാ എക്സ് എംപ്ലോയർ എന്ന് പറഞ്ഞാരാ? കാൻഡിഡേറ്റ്സിന്റെ എക്സ് എംപ്ലോയർ. അതായത് ഞാൻ മുന്നേ ജോലി ചെയ്ത സ്ഥാപനമില്ലേ അവിടത്തെ എംപ്ലോയർ, അയാളോട് ചോദിക്കാം, ഇത്രയും നാളെ നിങ്ങളുടെ സ്ഥാപനത്തിന് വർക്ക് ചെയ്യുന്ന കാൻഡിഡേറ്റ്സ് എങ്ങനെയുണ്ട്, ഓക്കെ ആണോ, എന്തുകൊണ്ടാണ് അവിടുന്ന് ജോലി ചെയ്തത് പോകുന്നത്, എല്ലാ പ്രശ്നക്കാരനാണോ എന്നൊക്കെ ആരോട് ചോദിക്കാം? എക്സ് എംപ്ലോയേഴ്സ് ഓഫ് ദ കാൻഡിഡേറ്റ്സ്. കാൻഡിഡേറ്റ്സ് മുന്നേ ജോലി ചെയ്ത സ്ഥാപനം അവിടുത്തെ എംപ്ലോയറിനോട് റെഫറൻസ് നമുക്ക് ചോദിക്കാം. അവരാവാം റെഫറൻസിൽ വരുന്നത്. Then people from educational institution of the candidates. കാൻഡിഡേറ്റ്സിന്റെ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷനിലുള്ള ഇപ്പൊ നമ്മുടെ കൂടെ പഠിച്ചിട്ടുള്ള അല്ലെ അങ്ങനെയുള്ള ആളുകളാകാം. Or some other important people who know the candidate's attitude and skill. കാൻഡിഡേറ്റ്സിന്റെ ആറ്റിറ്റ്യൂഡ്, സ്കില്ല് ഇതൊക്കെ അറിയുന്ന പ്രധാനപ്പെട്ട വ്യക്തികളാകാം ആര്? റെഫറൻസ് എന്ന് പറയുന്നത്. ഇവരെയാണ് നമ്മൾ റെഫറൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ആരൊക്കെയാ റെഫറൻസിൽ ഇൻക്ലൂഡ് ചെയ്യുന്നവർ? ആരൊക്കെയാണ് നമ്മൾ റെഫറൻസിൽ വെക്കുന്നത്? ആരൊക്കെയാണ്? ഒന്നില്ലെങ്കിൽ കാൻഡിഡേറ്റ്സിന്റെ എക്സ് എംപ്ലോയേഴ്സ് ആവാം, അല്ലെങ്കിൽ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്നുള്ള കാൻഡിഡേറ്റ്സിന്റെ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്നുള്ള ആളുകളാകാം, അല്ലെങ്കിൽ കാൻഡിഡേറ്റ്സിന്റെ ആറ്റിറ്റ്യൂഡ്, സ്കില്ല് ഇതൊക്കെ നന്നായിട്ട് അറിയുന്ന ആളുകളെയാണ് റെഫറൻസിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അണ്ടർലൈൻ ചെയ്തോട്ടോ. എക്സാമിന് ചോദിക്കാറുണ്ട്, അങ്ങനെ തന്നെ ചോദിക്കും. റെഫറൻസ് ഇൻക്ലൂഡ് ഡാഷ് ആരെല്ലാമാണ്. അണ്ടർലൈൻ ചെയ്തോ? In India, references are not supposed to be much important due to their subjectivity. എന്നാൽ ഇന്ത്യയിൽ ഈ റെഫറൻസിന് അധികം ഇമ്പോർട്ടൻസ് ഇല്ല. എന്തുകൊണ്ട്? അതിന്റെ സബ്ജക്ടിവിറ്റി കാരണം. എന്ന് വെച്ചാൽ എന്താ സബ്ജക്ടിവിറ്റി? എന്ന് വെച്ചാ ഇപ്പൊ നമ്മളിപ്പോ എന്നോടിപ്പോ കാവ്യനെ കുറിച്ച് എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഞാൻ നല്ല ചങ്ക് ഫ്രണ്ട്സ് ആണെന്ന് പറയില്ലേ, നല്ല തിക്കാണ്. അപ്പൊ കാവ്യനെ കുറിച്ച് ദോഷമുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ഞാൻ പറയോ? എല്ലാം പോസിറ്റീവായിട്ടല്ലേ പറയുള്ളൂ. അപ്പൊ അതാണ് നമ്മൾ ആ ഒരു നമ്മള് എന്താ പറയാ. അപ്പൊ അതുകൊണ്ട് നമുക്ക് റെഫറൻസിൽ ഇന്ത്യയിൽ അധികം പ്രാധാന്യമില്ലാന്ന്. But they are an important source of valuable information which cannot be obtained from any other source. പക്ഷെ എന്താ, ഈ റെഫറൻസിൽ നമുക്ക് വളരെ വിലപ്പെട്ട പല വിവരങ്ങളും കാൻഡിഡേറ്റ്സിനെ കുറിക്കുന്നത് ഓർഗനൈസേഷന് കിട്ടും. അത് നമുക്ക് ഏതെയും കൂടെ മറ്റു സോഴ്സ് നിന്ന് ലഭിക്കാത്ത, ഇപ്പൊ നമ്മളൊരു ഒരു ആപ്ലിക്കേഷൻ ഫോമിൽ ഫില്ല് ചെയ്യാത്ത പല ഇൻഫർമേഷനും നമുക്ക് റെഫറൻസിൽ നിന്ന് കിട്ടും. മനസ്സിലായോ? വിച്ച് cannot be obtained from any other source. മറ്റ് സോഴ്സുകളിൽ നിന്ന് ലഭിക്കാത്ത കാൻഡിഡേറ്റ്സിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങള്, വാല്യുബിൾ ഇൻഫർമേഷൻ, വിലപ്പെട്ട വിവരങ്ങള് ഈ റെഫറൻസിലൂടെ നമുക്ക് കിട്ടും. ഓക്കെ ആണോ? അണ്ടർലൈൻ ചെയ്തോ? റെഫറൻസിൽ ഇൻക്ലൂഡ് ചെയ്തത് ആരൊക്കെയാന്ന്, പിന്നെ റെഫറൻസിൽ ഏതൊക്കെ ഇൻഫർമേഷൻ ആണെന്നുള്ളത്, പിന്നെ ഫസ്റ്റ് സെന്റൻസും purpose of revealing more information regarding the candidates. ആ 3 സെന്റൻസ് കൃത്യമായിട്ട് അണ്ടർലൈൻ ചെയ്ത് ജാതകൻ. ഇനി നോക്കിയ നെക്സ്റ്റ്
ലാസ്റ്റത്തെയാണ് ഇത് ഹയറിംഗ് ഡിസിഷൻ. അപ്പൊ ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും കഴിഞ്ഞു നമ്മുടെ. ഇത് കഴിഞ്ഞ് ലാസ്റ്റത്തെ 6ാമത്തെ സ്റ്റെപ്പ് ആ കാൻഡിഡേറ്റ്സിനെ നിയമന തീരുമാനം, നിയമിക്കുക എന്നുള്ളൊരു തീരുമാനം ഓർ അപ്രൂവൽ കൊടുക്കാണ്. കാൻഡിഡേറ്റ്സ് സെലക്ടഡ് ആണ്, ആ സ്ഥാപനത്തിൽ ജോലി കൊടുക്കാനായിട്ട് എന്താണ് അപ്രൂവൽ കൊടുത്തു. അതാണ് ലാസ്റ്റ് സ്റ്റെപ്പ് ഹയറിംഗ് ഡിസിഷൻ, നിയമന തീരുമാനം. Hiring decision or approval by appropriate authority. Finally, based on the above steps, ഈ മുകളിൽ പറഞ്ഞേക്കുന്ന 5 സ്റ്റെപ്പുകളെ ബേസ് ചെയ്തിട്ട്, 5 സ്റ്റെപ്പുകൾ കഴിഞ്ഞിട്ടല്ലേ വന്നത്, 5 സ്റ്റെപ്പുകളുടെയും ബേസ് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു, the appropriate candidates are recommended for selection. ഈ അനുയോജ്യമായിട്ടുള്ള കാൻഡിഡേറ്റ്സിനെ സെലക്ഷന് വേണ്ടി റെക്കമെൻഡ് ചെയ്യുന്നു. By the personnel department or selection committee may hold the responsibility of finalizing the candidates for the job. ആ കാൻഡിഡേറ്റ്സിനെ ജോലിയിലേക്ക് ഫൈനലൈസ് ചെയ്യാനുള്ള റെസ്പോൺസിബിലിറ്റി ആരാ പിടിച്ചേക്കുന്നത്, ആരാണ് ഹോൾഡ് ചെയ്തേക്കുന്നത്? By the personnel department or selection committee. Underline ചെയ്തോട്ടോ. The personnel department or selection committee may hold the responsibility. എന്തിന്റെ ഉത്തരവാദിത്തം? Finalizing the candidates for the job. ഫൈനലൈസ് ചെയ്യാനായിട്ട്, ഇന്ന ഫൈനൽ ഇത്രയും പേരെ സെലക്ട് ചെയ്യാനായിട്ട് അങ്ങനെയുള്ള റെസ്പോൺസിബിലിറ്റി ആർക്കാണ്? പേഴ്സണൽ ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ ഓർ സെലക്ഷൻ കമ്മിറ്റിക്കാണ്. Then, okay, sometimes the organization have their own staff to recommend the candidates for final selection by the top management. ഇനി ചിലപ്പോ ഓർഗനൈസേഷന്റെ സ്വന്തം സ്റ്റാഫുകൾ ഉണ്ടാവാം, അവർ റെക്കമെൻഡ് ചെയ്യാം കാൻഡിഡേറ്റ്സിനെ. എന്തിന്? ഫോർ ഫൈനൽ സെലക്ഷൻ ബൈ ദ ടോപ്പ് മാനേജ്മെന്റ്. ഏറ്റവും ടോപ്പ് മാനേജ്മെന്റിലേക്ക് കാൻഡിഡേറ്റ്സിനെ ഫൈനൽ സെലക്ഷന് ചിലപ്പോ ഓർഗനൈസേഷന്റെ സ്വന്തം സ്റ്റാഫുകൾ റെക്കമെൻഡ് ചെയ്യാം. ഇത്രയും പേര് ഫൈനൽ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഈ 5 പേരാണ് ഫൈനൽ ലിസ്റ്റിൽ എന്ന് പറഞ്ഞുകൊണ്ട് ആ ടോപ്പ് മാനേജ്മെന്റിന് ഓർഗനൈസേഷന്റെ സ്വന്തം സ്റ്റാഫുകൾ റെക്കമെൻഡ് ചെയ്യാം. Then organization assign different authority to approve the final selection of the candidates. Okay, അപ്പൊ ഓർഗനൈസേഷൻ ആ സ്ഥാപനം അസൈൻ ചെയ്തിട്ടുണ്ട്, നിയോഗിച്ചിട്ടുണ്ട് പല അതോറിറ്റീസിനെ. എന്തിന്? ടു അപ്രൂവ് ദ ഫൈനൽ സെലക്ഷൻ. ഏറ്റവും ലാസ്റ്റ് ആ 5 പേരിൽ ആരെ ഫൈനൽ സെലക്ട് ചെയ്യണം, അതിന് അപ്രൂവൽ കൊടുക്കാനായിട്ട് ഓർഗനൈസേഷൻ പല അതോറിറ്റികളെ നിയോഗിച്ചിട്ടുണ്ട്. ഇനി ഓൺ റിസീവിംഗ് ദ അപ്രൂവൽ, ഈ അപ്രൂവൽ ലഭിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? അപ്രൂവൽ ലഭിച്ചു കഴിഞ്ഞാൽ ദ കാൻഡിഡേറ്റ്സ് ആർ ടോൾഡ് അബൌട്ട് ദ സെലക്ഷൻ. കാൻഡിഡേറ്റ്സിനോട് പറയണ്ടേ, ആ കൺഗ്രാറ്റുലേഷൻ, നിങ്ങൾ ഈ സ്ഥാപനത്തിലേക്ക് സെലക്ട് ചെയ്തേക്കുന്നു എന്ന് പറയണ്ടേ? അഖിലിന്റെ ആണെങ്കിൽ അഖിലിനോട് പറയണ്ടേ, സെലക്ട് ചെയ്തു എന്നുള്ള കാര്യം, സെലക്ഷന്റെ കാര്യം കാൻഡിഡേറ്റ്സിനോട് പറയുന്നു. എന്നിട്ടോ and are requested to report to the concerned personnel. ഏത് ഡിപ്പാർട്ട്മെന്റിലേക്കാണ്, ഏത് സെക്ഷനിലേക്കാണെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആളെ, ആ ഒരു പേഴ്സണൽ സ്റ്റാഫിനെ ചെന്ന് കാണാൻ പറയും. അല്ലാതെ നേരെ ടോപ്പ് മാനേജ്മെന്റിലേക്ക് ചെല്ലാനല്ല പറയുന്നത് അല്ലേ. അവര് ടോപ്പ് മാനേജ്മെന്റ് ആ തീരുമാനം എടുക്കാണ് സെലക്ഷന്, അല്ലെങ്കിൽ അവര് പല അതോറിറ്റീസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഫൈനൽ സെലക്ഷന് ആ ഓർഗനൈസേഷനിൽ തന്നെ പല അതോറിറ്റീസിനെ നിയമിച്ചിട്ടുണ്ട്. അപ്പൊ അവര് നിയമിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് നേരെ കാൻഡിഡേറ്റ്സിനോട് പറയണം. നിങ്ങളെ അവിടെ സെലക്ട് ചെയ്തിട്ടുണ്ട്, സെലക്ഷന്റെ കാര്യം കാൻഡിഡേറ്റ്സിനോട് പറഞ്ഞിട്ട് ഏത് സെക്ഷനിലേക്കാണ് അവര് ജോലി കൊടുത്തേക്കുന്നത് അതിന്റെ ബന്ധപ്പെട്ട ആളെ ചെന്ന് കാണാൻ പറയും. ഓക്കെ, ക്ലിയർ ആണോ? And requested to report to the concerned personnel. അതിനോട് ബന്ധപ്പെട്ട ആളെ ആ സ്റ്റാഫിനെ ചെന്ന് കാണാനായിട്ട് കാൻഡിഡേറ്റ്സിനോട് പറയും. ഓക്കെ, അപ്പൊ അങ്ങനെയാണ് ഹയറിംഗ് ഡിസിഷൻ വന്നത്. 6 സ്റ്റെപ്പ്. ഓക്കെ, സെലക്ഷൻ പ്രൊസീജിയറിന്റെ 6 സ്റ്റെപ്പ്. ഫസ്റ്റ് സ്റ്റെപ്പ് ചെയ്ത് ലാസ്റ്റ് സ്റ്റെപ്പ് ചെയ്ത് ഓരോന്നും അണ്ടർലൈൻ ചെയ്തിട്ടതൊക്കെ നോക്കാം. ഇനി നെക്സ്റ്റ് ആണ് നമ്മൾ നോക്കുന്നത് പ്രിലിമിനറി ഇന്റർവ്യൂ. പ്രിലിമിനറി ഇന്റർവ്യൂ എന്ന് പറഞ്ഞ എന്താ? പ്രിലിമിനറി, പ്രാഥമിക അഭിമുഖം. പ്രിലിമിനറി ഇന്റർവ്യൂ. The first step in the process of selection. സെലക്ഷന്റെ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഏതാണ്? Is the preliminary interview. ഒരു പ്രാഥമിക അഭിമുഖം നടക്കും. സെലക്ഷൻ പ്രോസസ് ഓഫ് സെലക്ഷന്റെ ആട്ടോ. Then the step
The first step in the process of selection is the preliminary interview. പ്രാഥമിക അഭിമുഖം നടത്തും. After it has used various recruitment sources and method to recruit candidates. അതിനുശേഷം അപ്പൊ പ്രിലിമിനറി ഇന്റർവ്യൂ നടത്തി അതിനുശേഷം എന്ത് ചെയ്യുന്നു? പല റിക്രൂട്ട്മെന്റ് സോഴ്സ് മെത്തേഡ്സ് കാൻഡിഡേറ്റ്സിനെ റിക്രൂട്ട് ചെയ്യാനായിട്ട് ഉപയോഗിക്കും. ഇവിടെ കൊടുക്കുന്നുണ്ട് പ്രിലിമിനറി ഇന്റർവ്യൂ എന്താണ്? ഈസ് എ ബ്രീഫ് ഇന്റർവ്യൂ. അണ്ടർലൈൻ ചെയ്തോ? A preliminary interview is a brief interview in which simple question like skills, experience, salary expectation of the candidates are asked. കണ്ടോ? ജസ്റ്റ് സിമ്പിൾ ആയിട്ടുള്ളതാണ്. നമ്മൾ പ്രാഥമിക അഭിമുഖം വെറുതെ നമ്മളിപ്പോ വരുമ്പോ തന്നെ കാൻഡിഡേറ്റ്സിന് അത്യാവശ്യം കുറച്ച് കാര്യങ്ങൾ അല്ലെ, അടിസ്ഥാന യോഗ്യതകളും അനുയോജ്യതയും ഒക്കെ വിലയിരുത്താനായിട്ട് ഒരു പ്രാരംഭ സ്ക്രീനിങ് ആണ് പ്രിലിമിനറി ഇന്റർവ്യൂ എന്ന് പറയുന്നത്. ഓക്കെ, അതൊരു ബ്രീഫ് ഇന്റർവ്യൂ ആണ്. അണ്ടർലൈൻ ചെയ്തോട്ടോ. പ്രിലിമിനറി ഇന്റർവ്യൂ ഈസ് എ ബ്രീഫ് ഇന്റർവ്യൂ ഇൻ വിച്ച് ദ സിമ്പിൾ ക്വസ്റ്റ്യൻസ് ലൈക്ക്, എന്തൊക്കെ ക്വസ്റ്റ്യൻസ് അവിടെ ചോദിക്കുന്നത്? കുഞ്ഞു കുഞ്ഞു ചോദ്യങ്ങളെ ചോദിക്കുള്ളൂ, വലിയ ഡീപ്പായിട്ടുള്ളതൊന്നുമില്ല. എന്താ? സ്കിൽസ്, എന്താ നിങ്ങളുടെ കഴിവുകൾ, എക്സ്പീരിയൻസ്, എവിടെയെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടോ, അതൊക്കെ ജോലിക്ക് ഇമ്പോർട്ടന്റ് അല്ല. എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളവര് എക്സ്പീരിയൻസ് ഉണ്ടോ, സാലറി, നിങ്ങൾ പ്രതീക്ഷിക്കുന്ന സാലറി എത്രയാണ്? ഇപ്പൊ നമ്മുടെ ആ പ്രിലിമിനറി ഇന്റർവ്യൂല് ആ കമ്പനിക്ക് മാക്സിമം കൊടുക്കാൻ പറ്റുന്ന സാലറി ഒരു 20,000 രൂപയുള്ളൂ എന്ന് വയ്ക്കാം. അപ്പൊ അവര് എക്സ്പെക്ടഡ് സാലറി ചോദിക്കുമ്പോൾ 1 ലക്ഷം രൂപ എന്ന് പറഞ്ഞാൽ അപ്പൊ തന്നെ നമുക്ക് കാൻഡിഡേറ്റ്സിനെ റിജക്ട് ചെയ്യാലോ അല്ലെ? അവര് പ്രതീക്ഷിക്കുന്ന സാലറി 1 ലക്ഷം രൂപയെന്ന് പറഞ്ഞാൽ അത് കമ്പനിക്ക് കൊടുക്കാനില്ല. അപ്പൊ തന്നെ നമുക്ക് ആ കാൻഡിഡേറ്റ്സിന് റിജക്ട് ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരു ഗുണം കൂടി ഉണ്ട്. എക്സ്പീരിയൻസ് ചോദിക്കുമ്പോ നമ്മുടെ കമ്പനി എക്സ്പീരിയൻസ് ഉള്ളവരെ എടുക്കണേ എന്ന് പറയാണ്. അപ്പൊ പ്രിലിമിനറി ഇന്റർവ്യൂവിൽ നമ്മൾ ചോദിക്കുകയാണ് എക്സ്പീരിയൻസ് ഉണ്ടോ? എനിക്ക് എക്സ്പീരിയൻസ് ഇല്ല എന്ന് പറഞ്ഞാൽ അപ്പൊ തന്നെ നമുക്ക് ആ കാൻഡിഡേറ്റ്സിനെ റിജക്ട് ചെയ്യാൻ പാടില്ലേ അല്ലെ? അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. ഓക്കെ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ സ്കിൽസ്, എക്സ്പീരിയൻസ് ആൻഡ് സാലറി എക്സ്പെക്ടേഷൻ ഓഫ് ദ കാൻഡിഡേറ്റ്സ് ആർ ആസ്ക്ഡ്. ഇതെല്ലാം കാൻഡിഡേറ്റ്സിനോട് ചോദിക്കുന്നു. Preliminary interview enabled organization to reject the applicants who are unsuitable for the job. കണ്ടോ? ജോലിക്ക് അനുയോജ്യമല്ലാത്ത കാൻഡിഡേറ്റ്സിനെ റിജക്ട് ചെയ്യാൻ ഈ പ്രിലിമിനറി ഇന്റർവ്യൂ സാധ്യമാക്കുന്നു, പ്രാപ്തമാക്കുന്നു. And because they are either unqualified or unsuitable for the job. എന്തുകൊണ്ടാണ്? അവര് അൺക്വാളിഫൈഡ് ആണ് അല്ലെങ്കിൽ അൺസ്യൂട്ടബിൾ ആണ്, ജോലിക്ക് അൺസ്യൂട്ടബിൾ ആണ്. അതുകൊണ്ട് കാൻഡിഡേറ്റ്സിനെ റിജക്ട് ചെയ്യാനായിട്ട് പ്രിലിമിനറി ഇന്റർവ്യൂ പ്രാപ്തമാക്കുന്നു. ഓർഗനൈസേഷൻ അതുകൂടി ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടോ കേട്ടോ. ബ്രീഫ് ഇന്റർവ്യൂ എന്നുള്ള സെന്റൻസ് അണ്ടർലൈൻ ചെയ്യുക, നെക്സ്റ്റ് സെന്റൻസും അണ്ടർലൈൻ ചെയ്തിട്ട്. അടുത്തത് നോക്കിയേ. ഓർഗനൈസേഷൻ മസ്റ്റ് എൻഷുർ ദാറ്റ് ദ എലിമിനേഷൻ പ്രോസസ് ഡസ് നോട്ട് ലീഡ് ടു unnecessary rejection or elimination of the desirable candidates. ഈ ഇങ്ങനെ നമ്മൾ പ്രിലിമിനറി ഇന്റർവ്യൂവിൽ അവരെ എലിമിനേറ്റ് ചെയ്യാന്ന് പറഞ്ഞില്ലേ, അതില് നമ്മുടെ ഓർഗനൈസേഷൻ ഒരു കാര്യം ഉറപ്പുവരുത്തണം. ഈ അനാവശ്യമായിട്ടുള്ള അൺനെസസറി റിജക്ഷൻ, അനാവശ്യമായിട്ടുള്ള റിജക്ഷനിലേക്ക് പോകുന്നില്ല, അതിലേക്ക് നയിക്കുന്നില്ല. പിന്നെ അഭികാമ്യമായിട്ടുള്ള കാൻഡിഡേറ്റ്സിനെ അവിടെ റിജക്ട് ചെയ്യുന്നില്ല. അല്ലെങ്കിൽ എലിമിനേഷൻ ഓഫ് ഡിസറബിൾ കാൻഡിഡേറ്റ്സ്, അഭികാമ്യമായ അനുയോജ്യമായ കാൻഡിഡേറ്റ്സിനെ ആരെയും റിജക്ട് ചെയ്യുന്നില്ല എന്നുള്ള കാര്യം അവിടെ ഉറപ്പുവരുത്തണം. എലിമിനേഷൻ പ്രോസസ്സിൽ നമ്മൾ അൺനെസസറി റിജക്ഷൻ ഇല്ല, പിന്നെ അതുപോലെ തന്നെ അനുയോജ്യമായിട്ടുള്ള കാൻഡിഡേറ്റ്സിനെ എലിമിനേറ്റ് ചെയ്യുന്നില്ല എന്ന കാര്യവും ഉറപ്പുവരുത്തണം. The face-to-face method can be used for the preliminary interview. Underline ചെയ്തിട്ടോ. Face-to-face method ആണ് ഏത് preliminary interview ഉപയോഗിക്കുന്നത്. The organization, in order to save their time, usually conducted interview over the phone where there are many applicants for a single job opening. ഒരു ചെറിയൊരു ജോബ് ഓപ്പണിംഗിലേക്ക് കുറെ കാൻഡിഡേറ്റ്സ് ഉണ്ടെങ്കിൽ ഈ നമ്മുടെ ഓർഗനൈസേഷൻ എന്താ ഈ പ്രിലിമിനറി ഇന്റർവ്യൂ ഏതിക്ക് നടത്താം? ഫോണിലൂടെ. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമുക്ക് കുറെ സമയം ലാഭിക്കാൻ പറ്റും. കണ്ടോ? സേവ് ദ ടൈം. ഫോണിലൂടെ നമ്മൾ കുറെ ആളുകള് അല്ല, ഒരു ചെറിയൊരു ഓപ്പണിങ്ങില്, ഒരു സിംഗിൾ ജോബ് ഓപ്പണിങ്ങിന് കുറെ കാൻഡിഡേറ്റ്സ് ഉണ്ടെങ്കിൽ നമുക്ക് ഫോണിലൂടെ നമുക്ക് ഇന്റർവ്യൂ കണ്ടക്ട് ചെയ്യാം. അപ്പൊ നമുക്ക് എന്താ കുറെ സമയം ലാഭിക്കാനും പറ്റും. കുറെ പേര് ഒരുമിച്ച് ചെയ്യാലോ. Create video tapes in several applicants are asked the same questions to answer.
is the another technique used by the recruitment agency. പിന്നെ സമയം ലാഭിക്കാൻ recruitment agency ഉപയോഗിക്കുന്ന മറ്റൊരു ടൈപ്പ് ആണ് ക്രിയേറ്റിംഗ് എ വീഡിയോ ടൈപ്പ്. അപ്പൊ അവിടെ പല ആപ്ലിക്കൻസിനും സെയിം ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ കൊടുക്കാം. വീഡിയോ ടൈപ്സ് ആണ്, അതൊക്കെ റെക്കോർഡ് ആക്കുക എന്നിട്ട് ഉണ്ടോ. at last the organization receive the video tapes. അപ്പൊ അവസാനം ആ സ്ഥാപനം വീഡിയോ ടൈപ്പ് റിസീവ് ചെയ്യും. അങ്ങനെ ഇപ്പൊ വീഡിയോ ടൈപ്സ് വഴിയും നമുക്ക് ഇന്റർവ്യൂ കണ്ടക്ട് ചെയ്യാം. This technique speed up the screening process. അപ്പൊ ഇങ്ങനെയുള്ള ടെക്നിക്ക് എന്താ, ആ സ്ക്രീനിങ് പ്രോസസ്സിനെ സ്പീഡ് അപ്പ് ചെയ്യുന്നു. ഓരോരുത്തരും വിളിച്ച് ഇങ്ങനെ ചെയ്യുന്നേക്കായും നമ്മളൊരു വീഡിയോ ടൈപ്പ് ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ പല ആപ്ലിക്കൻസിനും അപ്പൊ നമുക്ക് ഒരുമിച്ച് ഇങ്ങനെ ഇത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് കുറെ സമയം ലാഭിക്കാനും പറ്റും. അതുപോലെ തന്നെ എന്താണ് ഈ സ്ക്രീനിങ് പ്രോസസ്സിനെ സ്പീഡ് അപ്പ് ചെയ്യുകയും ചെയ്യും. This technique speed up the screening processes within the organization through it is very impersonal and rigid. പിന്നെ എന്താ ഒരു പ്രത്യേകത, impersonal. പേഴ്സണൽ അല്ല, ക്വസ്റ്റ്യൻസ് ഒക്കെ ഓൾറെഡി അവിടെ പ്രിപ്പയർ ആണ്. ഇതാണ് അല്ലാതെ ഇപ്പൊ നമ്മളെല്ലാവരെയും എന്നോട് ഇന്റർവ്യൂ ചെയ്യാൻ പറഞ്ഞാൽ ഞാൻ വേണമെങ്കിൽ കാവ്യോട് ചോദിക്കുന്ന രീതി ആയിരിക്കില്ല അഖിലിനോട് ചോദിക്കുന്നത്. അവരോട് രണ്ടുപേരോട് ചോദിക്കുന്നതായിരിക്കില്ല ചിലപ്പോ സിനിയോട് ചോദിക്കുന്നത് അല്ലെ. അപ്പൊ എനിക്ക് ഐഷ്യാനെ കുറച്ചും കൂടി ഒരു ഇഷ്ടമുണ്ടെങ്കിൽ ഐഷ്യോട് വേണമെങ്കിൽ കുറച്ചും കൂടി സിമ്പിൾ ആയിട്ടുള്ള വേണമെങ്കിൽ ചോദിക്കാം. അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പൊ ഇതെന്ന് പറഞ്ഞാൽ എന്താ, അവിടെ ഇതൊന്നും നടക്കില്ല. എന്താണ് നമ്മള് എങ്ങനെയാണ്, ഇറ്റ് ഈസ് വെരി ഇംപേഴ്സണൽ. പേഴ്സണൽ ആയിട്ടുള്ള ഒന്നുമില്ല, വ്യക്തിപരമല്ലാത്തതും റിജിഡ് ആണ്, കർക്കശവുമാണ്. റിജിഡ്, അതൊന്നും അണ്ടർലൈൻ ചെയ്തിട്ടുണ്ടോ. ഇങ്ങനെയുള്ള ടെക്നിക്കുകൾ ഫോണിലൂടെ ചെയ്യുന്നത്, വീഡിയോ ടൈപ്സ്, അങ്ങനെയുള്ള ടെക്നിക്ക് സ്ക്രീനിങ് പ്രോസസ്സിനെ സ്പീഡപ്പ് ചെയ്യും. അതുപോലെ തന്നെ എന്താണ്, ഇറ്റ് ഈസ് വെരി ഇംപേഴ്സണൽ, വ്യക്തിപരമല്ലാത്തതും റിജിഡ് ആണ്. ഫോർ എക്സാമ്പിൾ, ഇവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തേക്കാണ്, ഇതുമായിട്ട് ബന്ധമില്ലാത്ത ഒരു എക്സാമ്പിൾ ആണ് കേട്ടോ. എ പേഴ്സൺ ഹു ഹാസ് നെവർ പ്ലേഡ് സോക്കർ ഇൻ ഹിസ് or her life will be automatically dismissed in the preliminary interview. ഇനി ഒരിക്കലും സോക്കർ എന്ന് പറഞ്ഞാൽ എന്താ, സോക്കർ ഫുട്ബോൾ ആണ്. ഒരിക്കലും ജീവിതത്തില് അവര് ഫുട്ബോൾ കളിച്ചിട്ടുള്ള ഒരാളെ എന്ത് ചെയ്യും, ഓട്ടോമാറ്റിക്കലി ആ പ്രിലിമിനറി ഇന്റർവ്യൂല് നിന്ന് അവൻ എന്താ ഡിസ്മിസ് ആവാം അല്ലേ. ഒരിക്കലും കളിച്ചിട്ടില്ലാത്ത ഒരാളെ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റൂലല്ലോ ഒരു ഫുട്ബോൾ ടീം. കാരണം എന്താ, or he or she does not meet certain requirements of the team by being a team member of a soccer team. ഒരു സോക്കർ ടീമില് മെമ്പർ ആകാനുള്ള ഒരു ആവശ്യകതയും അംഗമാകുന്നതിനുള്ള ആവശ്യകതയൊന്നും അവൻ പാലിക്കുന്നില്ല. എന്നുവെച്ചാൽ ഒരിക്കലും ഫുട്ബോൾ കളിക്കാത്ത ഒരാളെ ആ ടീമില് നമുക്ക് ഇത് ചെയ്യാൻ പറ്റുമോ, ഇല്ല. അവന് ഓട്ടോമാറ്റിക്കലി ഡിസ്മിസ്ഡ് ആണ്. മനസ്സിലായോ. അപ്പൊ പിന്നെ അടുത്ത ഇതിലേക്കൂടെ പോകണ്ടെന്ന്. അപ്പൊ അവര് പ്രിലിമിനറി ഇന്റർവ്യൂ നടത്തുമ്പോ ചോദിക്കാം, എത്ര ഇതില് മാച്ചസ് ഈ എന്താ പറയാ ടീം ഇതില് കളിയിൽ പങ്കെടുത്തിട്ട് നോക്കുമ്പോ ഞാൻ ഒരിക്കലും കളിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ പ്രിലിമിനറി ഇന്റർവ്യൂവിൽ തന്നെ അവരെ റിജക്ട് ചെയ്യാൻ പറ്റൂലേ. അവര് ഓട്ടോമാറ്റിക്കലി ഡിസ്മിസ്ഡ് ആണ്. എന്തുകൊണ്ടാ, അവര് ആ ടീമിന്റെ സോക്കർ ടീമിലെ മെമ്പർ ആകാനുള്ള ഒരു ആവശ്യകതയും അവൻ പാലിക്കുന്നില്ല. ഇതുമായിട്ട് ബന്ധമില്ലാത്തതാണ്. എന്നാൽ കാര്യം മനസ്സിലായി എന്താണ്, ആ ഒറ്റ സ്റ്റെപ്പിൽ തന്നെ നമുക്ക് അവരെ ഒഴിവാക്കാൻ പറ്റുമെന്ന്, റിജക്ട് ചെയ്യാൻ പറ്റും. ഒരിക്കലും കളിക്കാത്ത ഒരാളെ ഒരു മെമ്പറാക്കി എടുക്കാൻ പറ്റും, അതിലേക്ക് സോക്കർ ടീമിലേക്ക് ഒരു ഇത് ആക്കാൻ പറ്റുമോ, ഇല്ല. ഓക്കെ, ഇനി നെക്സ്റ്റ് പാരഗ്രാഫ് നോക്കിയേ, ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. എ പ്രിലിമിനറി ഇന്റർവ്യൂവർ, ടെക്സ്റ്റ് ഒന്ന് നോക്കിയേ, ഇന്റർവ്യൂവർ എന്നാണ് കേട്ടോ. INTERVIEWER, ഇന്റർവ്യൂവർ. ഒരു പ്രിലിമിനറി ഇന്റർവ്യൂവർ എങ്ങനെയായിരിക്കണം? ഷുഡ് ബി someone who encourage the confidence, കോൺഫിഡൻസിനെ പ്രോത്സാഹിപ്പിക്കുന്നതായിരിക്കണം. അത് ഈ കോൺഫിഡൻസ് പ്രോത്സാഹിപ്പിക്കുന്നതായിരിക്കണം എന്ന് വെച്ചാൽ എന്താ, ഈ ഒരു നമ്മുടെ കാൻഡിഡേറ്റ്സിന്റെ അടുത്തേ നമ്മൾ എന്താ പറയാ ഇന്റർവ്യൂവിന് എന്താ പറയാ ഓക്കെ നിങ്ങൾക്ക് എന്താ പറയാ നമ്മൾ ചെല്ലുമ്പോൾ തന്നെ ഒരു നല്ലൊരു ഷൈക്കാൻഡോട് കൂടിയൊക്കെ നമ്മൾ അഭിസംബോധന ചെയ്യുമ്പോൾ തന്നെ നമുക്കൊരു കോൺഫിഡൻസ് കിട്ടൂലേ അല്ലെ. നമ്മളൊരു അല്ലെങ്കിൽ നമ്മുടെ പേര് വിളിച്ചിട്ട് സിറ്റ് ഡൗൺ എന്നൊക്കെ പറയുവാണെങ്കിലൊക്കെ
ഒരു കോൺഫിഡൻസ് ഓൾറെഡി കിട്ടും. അല്ലാതെ നമ്മൾ മൈൻഡ് ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ടാവില്ല. അപ്പൊ എങ്ങനെയായിരിക്കണം എന്നാ പറഞ്ഞേ, ഒരു പ്രിലിമിനറി ഇന്റർവ്യൂവർ എൻകറേജ് കോൺഫിഡൻസ്, കാൻഡിഡേറ്റ്സിന്റെ കോൺഫിഡൻസിന്റെ ആത്മവിശ്വാസത്തെ പ്രോത്സാഹിപ്പിക്കുന്നവനായിരിക്കണം. ഈ സിൻസിയർലി ഇൻട്രസ്റ്റഡ് ഇൻ പീപ്പിൾ, ആളുകളിലെ എന്താ സിൻസിയർ ആയിട്ട് താല്പര്യമുള്ള ആളായിരിക്കണം. ആൻഡ് ഹാസ് എ റീസണബിളി റിലയബിൾ ജഡ്ജ്മെന്റ്. എങ്ങനെയായിരിക്കണം ജഡ്ജ്മെന്റ്? എങ്ങനെയായിരിക്കണം? ഒരു വിശ്വസനീയമായിട്ടുള്ള ഒരു ജഡ്ജ്മെന്റ് ആയിരിക്കണം. ഒരു ജഡ്ജ്മെന്റ് ചെയ്യൂലേ, അന്നേരം എന്താ, ഒരു റീസണബിൾ ആയിട്ടുള്ളതായിരിക്കണം, ഒരു നമ്മളെ ഒരു റിലയബിൾ ആയിരിക്കണം. റീസണബിളി റിലയബിൾ ജഡ്ജ്മെന്റ്, ഒരു വിശ്വസനീയമായിട്ടുള്ള ജഡ്ജ്മെന്റ് നടത്തുന്ന ആളായിരിക്കണം. when it comes to judging applicants, ആപ്ലിക്കൻസിന്റെ, അല്ലാതെ ഇപ്പൊ എന്റെ റിലേറ്റീവ് ആണ്, എന്റെ ഫ്രണ്ടാന്ന് പറഞ്ഞിട്ട് എനിക്ക് ആ ഒരു ഇതൊന്നും അവിടെ കാണിക്കാൻ പറ്റില്ല. ഞാനൊരു ഇന്റർവ്യൂവർ ആയിട്ട് അവിടെ ഇരിക്കുവാണെങ്കിൽ എല്ലാ കാൻഡിഡേറ്റ്സിനെ ഒരുപോലെ കാണിക്കണം, ഒരുപോലെ അവിടെ കൺസിഡർ ചെയ്യണം, അല്ലെ? ആ ജഡ്ജ്മെന്റില് ന്യായമായിട്ടുള്ളതായിരിക്കണം. ഓക്കെ, അപ്പൊ എങ്ങനെയായിരിക്കണം? എൻകറേജ് കോൺഫിഡൻസ്, ആളുകളുടെ ശരിക്കും താല്പര്യമുള്ള ആളായിരിക്കണം. പിന്നെ അതുപോലെ തന്നെ വിശ്വസനീയമായിട്ടുള്ള ഒരു ജഡ്ജ്മെന്റ് നടത്തുന്ന ആളായിരിക്കണം. ഇനി അപ്പാർട്ട് ഫ്രം ദീസ് ക്വാളിറ്റീസ്, ഈ ക്വാളിറ്റിക്ക് പുറമെ, അണ്ടർലൈൻ ചെയ്തോട്ടെ ആ സെന്റൻസ്, ആ 3 കാര്യങ്ങളും അണ്ടർലൈൻ ചെയ്ത് ഇടുക. ഇമ്പോർട്ടന്റ് എന്ന് എഴുതി വെച്ചോ, അതൊക്കെ എക്സാമിന് തന്നെ ചോദിക്കാറുണ്ട്. അപ്പാർട്ട് ഫ്രം ദീസ് ക്വാളിറ്റീസ്, ഈ ക്വാളിറ്റിക്ക് പുറമെ ദ ഇന്റർവ്യൂവർ എങ്ങനെയായിരിക്കണം? ഷുഡ് ബി പൊളൈറ്റ്, പൊളൈറ്റ് ആയിരിക്കണം. ഫ്രണ്ട്ലി, നല്ല ഫ്രണ്ട്ലി ആയിരിക്കണം. ഓപ്പൺ മൈൻഡഡ്, തുറന്ന ഒരു സ്വഭാവം ആയിരിക്കണം. മര്യാദയുള്ള, ഫ്രണ്ട്ലി ആയിട്ടുള്ള, ഓപ്പൺ മൈൻഡഡ്, അതുകൂടി അണ്ടർലൈൻ ചെയ്തിട്ടേ. ഇത് കൂടാതെ ഈ സ്വഭാവ സവിശേഷതകള് അതൊക്കെ കൂടാതെ അതേപോലെ പൊളൈറ്റ്, ഫ്രണ്ട്ലി, ഓപ്പൺ മൈൻഡഡ് ആയിരിക്കണം. അണ്ടർലൈൻ ചെയ്തോട്ടോ. ഹി ഓർ ഷീ ഷുഡ് നോട്ട് ലുക്ക് ഇംപേഷ്യന്റ് ഓർ ഇംപൊളൈറ്റ്, അവൻ മര്യാദയില്ലാത്തവനോ അക്ഷമനായിട്ടൊന്നും കാണാൻ പാടില്ല, ആ രീതിയിൽ പ്രവർത്തിക്കാൻ പാടില്ല. പ്രിലിമിനറി ഇന്റർവ്യൂവർ ആർ ഓൾസോ നോൺ പ്രിലിമിനറി ഇന്റർവ്യൂസ്, ഇന്റർവ്യൂവർ അല്ല ഇന്റർവ്യൂസ്. പ്രിലിമിനറി ഇന്റർവ്യൂസ് ആർ ഓൾസോ നോൺ ആസ് കേഴ്സി ഇന്റർവ്യൂ. ഈ കാരണങ്ങൾ കൊണ്ടാണ് നമ്മൾ പ്രിലിമിനറി ഇന്റർവ്യൂവിനെ പറയുന്ന പേരാണ് കേഴ്സി ഇന്റർവ്യൂ. കേഴ്സി, മര്യാദയുള്ള, അല്ലെ? preliminary interview is also known as cursory interview. ആ പാരഗ്രാഫില് ഇന്റർവ്യൂവറിന്റെ, ഒരു പ്രിലിമിനറി ഇന്റർവ്യൂവറിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ എങ്ങനെയുള്ള ആളായിരിക്കണം, അത് 6 പോയിന്റ് ഉണ്ട് അവിടെ. ആദ്യം 3 എണ്ണം, അത് കൂടാതെ പൊളൈറ്റ്, ഫ്രണ്ട്ലി, ഓപ്പൺ മൈൻഡഡ്. ഇനി എന്താ പറഞ്ഞേക്കണേ? പ്രിലിമിനറി ഇന്റർവ്യൂ അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് കേഴ്സി ഇന്റർവ്യൂ. ആ 2 കാര്യങ്ങളും കൃത്യമായിട്ട് അണ്ടർലൈൻ ചെയ്ത് വെക്കാം. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ക്ലിയർ ആവണ്ടോ? എന്റെ കൂടെ പോകുന്നില്ലേ? ഫോളോ ചെയ്ത് വരുന്നില്ലേ എല്ലാവരും? ആ, പിന്നെ ഈ ഒരു സ്പീഡിൽ പോയാലാണ് കേട്ടോ, നിങ്ങൾക്ക് അറിയാലോ, നമ്മുടെ ചാപ്റ്റർ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് നോക്കുക. വലിയ ചാപ്റ്റർ ആണ്, അപ്പൊ അതനുസരിച്ച് ഇത്തിരി സ്പീഡിൽ പോകും. സ്പീഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഫോളോ ചെയ്യുന്നതിന് ബുദ്ധിമുട്ടില്ലല്ലോ, പറയുന്ന കാര്യങ്ങൾ വ്യക്തമാകുന്നില്ലേ? ഓക്കെ, എന്നാലും ഞാൻ റിപ്പീറ്റ് ചെയ്യണ്ട്, 2-3 പ്രാവശ്യമൊക്കെ വേഗം വേഗം റിപ്പീറ്റ് ചെയ്ത് പറയണ്ട്. അണ്ടർലൈൻ ചെയ്യാനുള്ളത് കൃത്യമായിട്ട് പറയണ്ട്. അതൊക്കെ നോട്ട് ചെയ്ത് മനസ്സിലാക്കി വെക്കാം. ഓക്കെ, വെരി ഗുഡ്. നിങ്ങൾ നല്ല കുട്ടികളാണെന്ന് എനിക്കറിയാം, അതുകൊണ്ടാണ് നമ്മുടെ ക്ലാസ് ഇങ്ങനെ സ്മൂത്ത് ആയിട്ട് പോകുന്നത്. ഓക്കെ, നിങ്ങൾ വേഗം വേഗം തമ്പിടുണ്ടല്ലോ, അപ്പൊ തമ്പിടുമ്പോ തന്നെ എനിക്കറിയാം നിങ്ങൾ ഓക്കെ ആണ്. അപ്പൊ നമുക്ക് അടുത്ത ഇതിലേക്ക് പോകാൻ വേഗം. ഇനി നോക്കിയേ, ഇനി അപ്പൊ അത്രയും കാര്യങ്ങൾ ഇന്റർവ്യൂവിനെ സംബന്ധിക്കുന്ന കുറച്ച് കാര്യങ്ങൾ അവിടെ പഠിച്ചു നമ്മള്. ഇനി നെക്സ്റ്റ് ആണ് ആപ്ലിക്കേഷൻ ഫോം. ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്തിട്ടുണ്ടോ നിങ്ങള്? എന്തെങ്കിലും ഓഫീസിലേക്കോ എന്തെങ്കിലുമൊക്കെ ജോലിക്ക് വേണ്ടിയിട്ട്? ഉണ്ട്. ഓക്കെ, അപ്പൊ പിന്നെ നിങ്ങൾക്ക് അറിയാം എന്താണ്, കണ്ടിട്ടുണ്ട്, ഫില്ല് ചെയ്തിട്ടുണ്ട്. ആപ്ലിക്കേഷൻ ഫോംസ് ഓർ ആപ്ലിക്കേഷൻ ബ്ലാങ്ക് ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ചേ. ആപ്ലിക്കേഷൻ ഫോമിനെ പറയുന്ന മറ്റൊരു പേരാണ് ആപ്ലിക്കേഷൻ ബ്ലാങ്ക്സ് എന്നും പറയാം. are used to gain, എന്തിനു വേണ്ടിയാ ഇത് നേടുന്ന? ബേസിക് ഡീറ്റെയിൽസ് about the candidates. അണ്ടർലൈൻ ചെയ്തോട്ടോ. കാൻഡിഡേറ്റ്സിനെ കുറിച്ചുള്ള അടിസ്ഥാന വിവരങ്ങൾ നേടുന്നതിന് വേണ്ടിയിട്ടാണ് ആപ്ലിക്കേഷൻ ഫോം. ഏത് സ്ഥാപനത്തിലാണ് നമ്മളിപ്പോ ജോലി ഒഴിവിട്ടെന്നൊക്കെ പറയുകയാണെങ്കിൽ അവിടുത്തെ ആപ്ലിക്കേഷൻ ഫോം നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കും. നമ്മുടെ ഡീറ്റെയിൽസ് ആണ് അതിനകത്ത് പറഞ്ഞേക്കുന്നത്, എഴുതുന്നത് അല്ലെ? നമ്മള് പേര്, അഡ്രസ്, ക്വാളിഫിക്കേഷൻ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അതിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ആപ്ലിക്കേഷൻ ഫോമില്. അവിടെ നിന്ന്
നമുക്ക് എന്താ പറയാ, നമുക്ക് അവിടെ നിന്ന് എന്തൊക്കെ കാര്യങ്ങളാണെന്നുള്ള കാര്യങ്ങൾ അവിടെ ടൈപ്പ് ചെയ്ത് തരും അല്ലേ. അതിനകത്ത് നമ്മൾ ആ ബ്ലാങ്കിൽ മാത്രം ഫില്ല് ചെയ്താൽ മതി അല്ലെ. നെയിം ഉണ്ടാവും, പേര് എഴുതുക, ഏജ് ഉണ്ടാവും, അഡ്രസ് അങ്ങനെ ഉണ്ടാവും. എന്തൊക്കെ കാര്യങ്ങളാണ് അവർ ചോദിക്കാൻ ഉദ്ദേശിക്കുന്നത് അത് അവിടെ വ്യക്തമായിരിക്കും. നമ്മൾ അതിന്റെ ആൻസർ മാത്രം അവിടെ എഴുതിയാൽ മതി. അങ്ങനത്തെ ഒരു ഷീറ്റ് അല്ലേ ആപ്ലിക്കേഷൻ ഫോം എന്ന് പറയുന്നത്. ഓക്കെ അല്ലെ. കമ്പനിയുടെ പേര് എന്താണ് എന്നുള്ളത്, എന്തിനേക്കുള്ള ഫോം ആണെന്നുള്ളത് ഫില്ല് ചെയ്തിട്ടുണ്ടല്ലോ അല്ലെ. ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്തിട്ടില്ല എല്ലാവരും. ഒരു പ്രാവശ്യമെങ്കിലും ഫില്ല് ചെയ്യാത്തവരുണ്ടാവില്ല. ഓക്കെ ഇനി എന്താ, അപ്പൊ ഫസ്റ്റ് സെന്റൻസ് അണ്ടർലൈൻ ചെയ്തിടാം. കാൻഡിഡേറ്റ്സിനെ കുറിക്കുന്ന അവരുടെ അടിസ്ഥാന വിവരങ്ങൾ, ബേസിക് ഡീറ്റെയിൽസ് നേടുന്നതിന് വേണ്ടിയിട്ടാണ് ആപ്ലിക്കേഷൻ ഫോം ഉപയോഗിക്കുന്നത്. ഇറ്റ് ഹെൽപ്സ് ടു ഐഡന്റിഫൈ ദ കാൻഡിഡേറ്റ്സ് ഇൻട്രസ്റ്റ് ഏരിയ. ഇനി എന്തിനു കൂടി സഹായിക്കുന്നു, കാൻഡിഡേറ്റ്സിന്റെ താല്പര്യ മേഖലകൾ ഏതൊക്കെയാണ് അത് ഐഡന്റിഫൈ ചെയ്യാൻ. ദാറ്റ് പ്രൂവ് ടു ബി ഗ്രേറ്റ് ഹെൽപ്പ് ഇൻ ദ ഡിസ്കഷൻ ഡ്യൂറിംഗ് ദ ഇന്റർവ്യൂ. അപ്പൊ ഇതേ നമ്മൾ ഇന്റർവ്യൂവിന് വളരെയധികം ഹെൽപ്പ് ചെയ്യും ഈ കാര്യം. അവ ഡിസ്കഷൻ ഇന്റർവ്യൂവില് ആ ഡിസ്കഷനില് ഈ ആപ്ലിക്കേഷൻ ഫോം വളരെയധികം ഹെൽപ്പ് ചെയ്യും. ഇപ്പൊ നമ്മൾ ഇന്റർവ്യൂവിന് ചെന്നിരിക്കുമ്പോൾ നമ്മുടെ ആപ്ലിക്കേഷൻ ഫോം അവരെ എടുക്കും അല്ലെ. എന്നിട്ടാണ് അപ്പൊ നമ്മൾ ഓൾറെഡി നമ്മൾ ചെല്ലുമ്പോഴത്തേക്കും നമ്മുടെ ഡീറ്റെയിൽസ് അവരെ അത് വായിച്ചു വെച്ചിട്ടുണ്ടാവും. ആപ്ലിക്കേഷൻ ഫോമിൽ ഉണ്ട്. അപ്പൊ ആ ഇന്റർവ്യൂവില് ആ ഡിസ്കഷനില് ഈ ആപ്ലിക്കേഷൻ ഫോം വളരെയധികം ഹെൽപ്പ് ചെയ്യും. It is an effective way of collecting the candidate's previous information. ഇത് കാൻഡിഡേറ്റ്സിനെ കുറിക്കുന്ന മുൻകാല പ്രീവിയസ് ഇൻഫർമേഷൻ കളക്ട് ചെയ്യാനുള്ള ഒരു ഫലപ്രദമായിട്ടുള്ള മാർഗമാണ്. അണ്ടർലൈൻ ചെയ്തോ. It also helps to pass the candidate details to the management and other member of the interview panel and also facilitate data storage for the future use. അണ്ടർലൈൻ ചെയ്തോട്ടോ. ഇനി ആപ്ലിക്കേഷൻ ഫോമിന് എന്തിനൊക്കെ സഹായിക്കുന്നു, മാനേജ്മെന്റിനെ കാൻഡിഡേറ്റ്സിനെ കുറിച്ചുള്ള ഡീറ്റെയിൽ കിട്ടാൻ. To pass the candidates details to the management. മാനേജ്മെന്റിന് കാൻഡിഡേറ്റ്സിന്റെ ഡീറ്റെയിൽ പാസ് ചെയ്യാൻ. പിന്നെ അതുപോലെ തന്നെ ഇന്റർവ്യൂ പാനലിലെ മറ്റുള്ള മെമ്പേഴ്സിന് കാൻഡിഡേറ്റ്സിനെ കുറിച്ചുള്ള ഡീറ്റെയിൽ പാസ് ചെയ്യാനായിട്ട്. അത് കൂടാതെ ആ ഒരു ഓർഗനൈസേഷനിൽ അവരുടെ ഫ്യൂച്ചർ യൂസിന് ഡേറ്റ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കാനും സഹായിക്കും. നമ്മുടെ ആപ്ലിക്കേഷൻ ഫോം അവിടെ ഓൾറെഡി ഉണ്ടാവും. നമ്മളിപ്പോ ജോലിക്ക് കയറിയാലും ഇനി കുറച്ചാള് ജോലിക്ക് കയറി എന്തെങ്കിലും പ്രൊമോഷൻ കൊടുക്കണമെങ്കിൽ അയാൾ ആ ജോലിക്ക് ആപ്റ്റ് ആണോ എന്ന് അറിയാൻ ആപ്ലിക്കേഷൻ ഫോം എടുത്ത് വെരിഫൈ ചെയ്താൽ പോരെ അല്ലെ. ക്വാളിഫിക്കേഷൻ എന്താണെന്നൊക്കെ ഉള്ളത് കറക്റ്റ് ആപ്ലിക്കേഷൻ ഫോമിലുണ്ട്. അതായത് ഫ്യൂച്ചറിലേക്ക് വേണ്ടിയിട്ടുള്ള ഡേറ്റ സ്റ്റോർ ചെയ്യാനും ഡേറ്റ സ്റ്റോറേജ് ഫോർ ഫ്യൂച്ചർ യൂസ്, ഭാവിയിലേക്കുള്ള ഡേറ്റ സ്റ്റോർ ചെയ്യാനും ആപ്ലിക്കേഷൻ ഫോം അതിനുള്ള സൗകര്യം ഒരുക്കുന്നു. Since the application blank is filled by the candidates its own handwriting. ഈ ആപ്ലിക്കേഷൻ ഫോം എങ്ങനെ ഫില്ല് ചെയ്യുന്നത്, നമ്മുടെ അയൽക്കാരോ നാട്ടുകാരോ ഫ്രണ്ട്സോ ഒക്കെയാണോ ചെയ്യേണ്ടത്? ശരിക്കും ആര് ഫില്ല് ചെയ്യണമെന്ന് പറഞ്ഞാൽ കാൻഡിഡേറ്റ്സ് തന്നെ അവർക്കിടെ ഹാൻഡ് റൈറ്റിംഗിൽ തന്നെ ഫില്ല് ചെയ്യണം. It proves to be useful tool for analyzing his personality and suitability to the organization. എന്താ അങ്ങനെ ഫില്ല് ചെയ്യുമെന്ന് പറഞ്ഞേക്കണേ. അപ്പൊ നമ്മളത് ഫില്ല് ചെയ്യുമ്പോഴൊക്കെ കുറച്ചൊക്കെ അത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആ പേഴ്സണാലിറ്റി അറിയാൻ പറ്റും അല്ലെ. നമ്മുടെ ലെറ്റേഴ്സിലൂടെയൊക്കെ കുറെയൊക്കെ നമ്മൾ നീറ്റ് ആയിട്ടുണ്ടോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ കുറച്ചൊക്കെ നമുക്ക് എന്താ പറയാ പേഴ്സണാലിറ്റി അതുപോലെ തന്നെ ഓർഗനൈസേഷന്റെ സ്യൂട്ടബിലിറ്റി ഒക്കെ അനലൈസ് ചെയ്യാൻ വിശകലനം ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. Then application forms either detailed or concise. Concise എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ചുരുങ്ങിയതായിരിക്കും, ഒന്നില്ലെങ്കിൽ കുറച്ച് ഡീറ്റെയിൽ ആയിരിക്കും, അല്ലെങ്കിൽ ഷോർട്ട് ആയിരിക്കും. കൺസൈസ് ചുരുങ്ങിയതായിരിക്കും അല്ലെങ്കിൽ ഡീറ്റെയിൽഡ് ആയിരിക്കും. ഡിപ്പെൻഡിങ് ഓൺ ദ പ്രിഫറൻസ് ഓഫ് ദ ഓർഗനൈസേഷൻ. ആ ഓർഗനൈസേഷൻ അനുസരിച്ച് ചിലപ്പോൾ ചില സ്ഥാപനത്തിൽ ആപ്ലിക്കേഷൻ ഫോം വലിയതായിരിക്കും, 2-3 പേജൊക്കെ ഉണ്ടാവും. ചിലപ്പോൾ വളരെ ചുരുങ്ങിയതായിരിക്കും. അത് ഓർഗനൈസേഷനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. The information required in these forms may differ based on the type of the job and the organization. ഇനി എന്താ പറഞ്ഞേക്കണേ, അതിനകത്ത് എല്ലാ ആപ്ലിക്കേഷൻ ഫോമും ഒരുപോലത്തെ ചോദ്യങ്ങളായിരിക്കും ഉള്ളത്. ഒരുപോലത്തെ കാര്യങ്ങളാണോ അതിനകത്തുള്ളത്? അല്ല, അത് വ്യത്യാസപ്പെട്ടിരിക്കും ജോലിയിനനുസരിച്ച്, അതുപോലെ തന്നെ അത് ഓർഗനൈസേഷൻ അനുസരിച്ച്. ടൈപ്പ് ഓഫ് ദി ജോബ് ആൻഡ് ഓർഗനൈസേഷൻ അനുസരിച്ച്, ആ ജോലിയൊക്കെ അനുസരിച്ച് ആപ്ലിക്കേഷൻ ഫോമിൽ ചോദിച്ചതിന് ആവശ്യമായിട്ടുള്ള ഇൻഫർമേഷൻസ് വ്യത്യാസപ്പെടും.
അതായത് എല്ലാ ജോലിക്കും ഒരുപോലത്തെ ആപ്ലിക്കേഷൻ ഫോം ആയിരിക്കില്ല ഫില്ല് ചെയ്യേണ്ടത് അല്ലെ. അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് ജോബ് ഏതാണോ അതിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ട് ഓർഗനൈസേഷനെ ഡിപ്പെൻഡ് ചെയ്ത് വ്യത്യാസപ്പെടും. ഇനി അടുത്ത് നോക്കിയേ, ഒന്ന് അണ്ടർലൈൻ ചെയ്തോട്ടോ. ആപ്ലിക്കേഷൻ ബ്ലാങ്ക് ഫിൽഡ് ബൈ ദ കാൻഡിഡേറ്റ്സ് ഇറ്റ്സ് ഓൺ ഹാൻഡ് റൈറ്റിംഗില് എന്താണ് തെളിയിക്കുന്നത്? ഇറ്റ്സ് എ യൂസ്ഫുൾ ടൂൾ ഫോർ അനലൈസിംഗ് ഹിസ് പേഴ്സണാലിറ്റി ആൻഡ് സ്യൂട്ടബിലിറ്റി. അതൊന്ന് അണ്ടർലൈൻ ചെയ്തിട്ടോ. പിന്നെ അതുപോലെ തന്നെ it also have to pass the candidate's detail to the management. ആ സെന്റൻസും അണ്ടർലൈൻ ചെയ്തിട്ടോ. ആപ്ലിക്കേഷൻ ഫോം ഹെൽപ്പ് ചെയ്യുന്നു. ഫസ്റ്റ് സെന്റൻസും അണ്ടർലൈൻ ചെയ്തിട്ടാണ്. സെക്കൻഡ് സെന്റൻസും അണ്ടർലൈൻ ചെയ്തിട്ടോ. അവിടെ വേണമെങ്കിൽ ഇറ്റിട്ട് ചോദിക്കാം കേട്ടോ. ഇറ്റ് ഡാഷ് ഹെൽപ്സ് ടു ഐഡന്റിഫൈ ദ കാൻഡിഡേറ്റ്സ് ഇൻട്രസ്റ്റ് ഏരിയ അങ്ങനെ വേണമെങ്കിൽ ചോദിക്കാം. അതൊക്കെ ഒന്ന് വായിച്ചു വെക്കാം. ഇനി അക്കോർഡിംഗ് ടു ദ US നാഷണൽ ഇൻഡസ്ട്രിയൽ കോൺഫറൻസ് ബോർഡ് പബ്ലിക്കേഷൻ, US നാഷണൽ ഇൻഡസ്ട്രിയൽ കോൺഫറൻസ് ബോർഡ് പബ്ലിക്കേഷൻ അനുസരിച്ച് എന്താണ് the main item of the information requested on the application blank. ആപ്ലിക്കേഷൻ ഫോമിൽ ചോദിക്കുന്ന റിക്വസ്റ്റ് ചെയ്തിട്ടുള്ള ഇൻഫർമേഷൻ ഏതൊക്കെയാണ്? എന്തൊക്കെ കാര്യങ്ങളാണ് ചോദിച്ചേക്കുന്നത്? നെയിം, അഡ്രസ്, ഏജ്, മാരിറ്റൽ സ്റ്റാറ്റസ്, മാരീഡ് ആണോ അൺമാരീഡ് ആണോ, ആൻഡ് ഡിപെൻഡൻസ് അവരുടെ ആശ്രിതകൾ, സ്കൂളിംഗ്, അതുപോലെ എക്സ്പീരിയൻസ് ആൻഡ് പ്രിഫറൻസസ്. ഈ കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അണ്ടർലൈൻ ചെയ്തോട്ടോ. ആപ്ലിക്കേഷൻ ഫോമിൽ ഈ കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. The main item or information, അത് ആ സെന്റൻസ് അണ്ടർലൈൻ ചെയ്തത് എന്തൊക്കെയാണുള്ളത് മാത്രം നോക്കുക കേട്ടോ. ഇനി അടുത്തത് പർപ്പസ് ഓഫ് ആപ്ലിക്കേഷൻ ഫോം. ആപ്ലിക്കേഷൻ ഫോമിന്റെ പർപ്പസ് എന്താ, ഉദ്ദേശം എന്താ? ഒന്നാമത് നോക്കി, ടു പ്രൊവൈഡ് പ്രിസൈസ് ഫാക്ച്വൽ ഇൻഫർമേഷൻ, ഒരു കൃത്യമായിട്ടുള്ള അല്ലെ, അതുപോലെ തന്നെ ഫാക്ച്വൽ എന്ന് പറഞ്ഞാൽ എന്താണ്? വസ്തുതാപരമായിട്ടുള്ള കൃത്യമായിട്ടുള്ള വിവരങ്ങൾ പ്രൊവൈഡ് ചെയ്യാൻ, കൃത്യമായിട്ടുള്ള വിവരങ്ങൾ നൽകാൻ. ആപ്ലിക്കേഷൻ ഫോമിലൂടെ നമുക്ക് കാൻഡിഡേറ്റ്സിനെ സംബന്ധിക്കുന്ന കറക്റ്റ് ഇൻഫർമേഷൻ നൽകാൻ സഹായിക്കും. പ്രീ സ്ക്രീനിങ് ജോബ് ആപ്ലിക്കൻസ് ഈസ് ദ മെയിൻ പർപ്പസ് ഓഫ് ദ ആപ്ലിക്കേഷൻ ഫോം. പ്രീ സ്ക്രീനിങ്ങിന് മുന്നേ പ്രീ സ്ക്രീനിങ് ജോബ് കാൻഡിഡേറ്റ്സ് ഈസ് ദ മെയിൻ പർപ്പസ് ഓഫ് ദ പ്രീ സ്ക്രീൻ ചെയ്യുക എന്നുള്ളതാണ് ആപ്ലിക്കേഷൻ ഫോമിൽ. ആദ്യം തന്നെ നമ്മൾ ഇന്റർവ്യൂ ഒക്കെ ചെയ്യുന്നതിനേക്കാൾ മുന്നേ ആപ്ലിക്കൻസിന് ഒരു പ്രീ സ്ക്രീനിങ് ചെയ്യുക. അതാണ് ആപ്ലിക്കേഷൻ ഫോമിന്റെ മെയിൻ പർപ്പസ്. അണ്ടർലൈൻ ചെയ്തോട്ടോ. thorough application forms the candidates contact information. ഇനി എന്തൊക്കെയാണ് ഒരു നല്ലൊരു ആപ്ലിക്കേഷൻ ഫോമിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കണേ? കാൻഡിഡേറ്റ്സിന്റെ കോൺടാക്ട് ഇൻഫർമേഷൻ ഉണ്ടാവും, ഫോൺ നമ്പർ ഉണ്ടാവും, എഡ്യൂക്കേഷൻ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടാവും, അവരുടെ റെഫറൻസ് ആരാന്ന് വെച്ചിട്ടുണ്ടാവും, എംപ്ലോയ്മെന്റ് ഹിസ്റ്ററി, തൊഴിൽ സംബന്ധമായിട്ടുള്ള ഹിസ്റ്ററി ഉണ്ടാവും, ആ കമ്മ്യൂണിക്കേറ്റഡ് ടു ദ എംപ്ലോയർ. ഇതെല്ലാം നമുക്ക് എംപ്ലോയറിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. ഏതിൽ കൂടെ? ത്രൂ ആപ്ലിക്കേഷൻ ഫോംസ്. അണ്ടർലൈൻ ചെയ്തോ? ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. ആപ്ലിക്കേഷൻ ഫോംസ് ഓൾസോ പ്രൊവൈഡ് വേരിയസ് അഡീഷണൽ ഇൻഫർമേഷൻ. ഇത് കൂടാതെ ആപ്ലിക്കേഷൻ ഫോമില് പല അഡീഷണൽ ഇൻഫർമേഷനും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ടു ദ എംപ്ലോയേഴ്സ് സച്ച് ആസ് ജോബ് റിലേറ്റഡ് സ്കിൽ, ജോലിയുമായി ബന്ധപ്പെട്ട കഴിവുകൾ, സാലറി റിക്വയർമെന്റ്സ് ഓഫ് ദ ആപ്ലിക്കൻസ്, ആപ്ലിക്കൻസിന്റെ സാലറി ആവശ്യകതകൾ, ആൻഡ് വെദർ ദ ആപ്ലിക്കന്റ് ഈസ് അവൈലബിൾ for the part-time job or full-time. Part-time job ആണോ അവൈലബിൾ, ഫുൾ ടൈം ആണോ, as well as the hours of the availability, working hours, അവൈലബിൾ ആയിട്ടുള്ള hours, ഇതെല്ലാരും ആപ്ലിക്കേഷൻ ഫോമിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത് കൂടി ഒന്ന് നോക്കാം കേട്ടോ. ഇങ്ങനെയുള്ള അഡീഷണൽ ഇൻഫർമേഷനും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എംപ്ലോയറിന് ഇങ്ങനെയുള്ള അഡീഷണൽ ഇൻഫർമേഷനും ആപ്ലിക്കേഷൻ ഫോമിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതൊക്കെ ഒന്ന് വായിച്ചു വെച്ചേക്കണം കേട്ടോ. ഇനി രണ്ടാമത്തെയാണ് ടു പ്രൊവൈഡ് ലീഗൽ പ്രൊട്ടക്ഷൻ ടു ദ ആപ്ലിക്കൻസ്. ആപ്ലിക്കൻസിന് ഒരു നിയമപരമായിട്ടുള്ള സംരക്ഷണം നൽകുന്നു. ഒരു ലീഗൽ പ്രൊട്ടക്ഷൻ ആപ്ലിക്കേഷൻ ഫോമിൽ നൽകുന്നു. അവർക്ക് എന്തൊന്നും ചോദിക്കാന്നില്ലല്ലോ അല്ലെ? അതാ ലീഗൽ ആയിട്ടുള്ള ഒരു സംരക്ഷണം ഉണ്ട്. നമ്മളോട് ഇന്ന കാര്യങ്ങളെ ചോദിക്കാൻ പാടുള്ളൂ, ഇന്ന കാര്യങ്ങളെ ആപ്ലിക്കേഷൻ ഫോമിൽ ഉൾപ്പെടുത്താൻ പാടുള്ളൂ, നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിൽ അങ്ങനെയുള്ളതൊന്നും ഉൾപ്പെടുത്താൻ പാടില്ല. നമുക്കൊരു നിയമപരമായിട്ടുള്ള സംരക്ഷണം ആപ്ലിക്കേഷൻ ഫോം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. Personal information and individual privacy has been protected by the law since the
establishment of the title 7 of the Civil Rights Act of 1964. Act ഒന്നാണ് റൈറ്റ് ചെയ്തോട്ടെ, ഇയർ 1964 സിവിൽ റൈറ്റ് ആക്ട് ടൈറ്റിൽ 7 അനുസരിച്ച് എന്താണ് ഈ നമ്മുടെ പ്രൈവസി, ഇൻഡിവിജ്വലിന്റെ പ്രൈവസി, പേഴ്സണൽ ഇൻഫർമേഷൻ ഇതെല്ലാം പ്രൊട്ടക്ട് ചെയ്തിട്ടുണ്ട്. അതായത് എന്തും ചോദിക്കാവുന്നൊന്നും അവിടെ ഇല്ല. ഇറ്റ് ഈസ് നോട്ട് കറക്റ്റ് ടു യൂസ് എ ആപ്ലിക്കേഷൻ ഫോം ദാറ്റ് ഈസ് മോർ ദാൻ എ ഫ്യൂ ഇയേഴ്സ് ഓൾഡ്. കുറെ വർഷങ്ങളിൽ പഴക്കമുള്ള ആപ്ലിക്കേഷൻ ഫോം ഉപയോഗിക്കാൻ പാടില്ല. അത് നിയമപരമായി തെറ്റാണ്. കുറെ വർഷങ്ങൾ പഴക്കമുള്ള ആപ്ലിക്കേഷൻ ഫോം ഉപയോഗിക്കാൻ പാടില്ല. ക്വസ്റ്റ്യൻസ് ദാറ്റ് ആർ ആസ്ക്ഡ് 5 years ago, അതായത് 5 വർഷം മുമ്പ് ആ ആപ്ലിക്കേഷൻ ഫോമില് ഉൾപ്പെടുത്തിയേക്കുന്ന ക്വസ്റ്റ്യൻസ് ഇല്ലേ, ഇത് ഇപ്പൊ ലീഗലി അക്സെപ്റ്റബിൾ അല്ല. കണ്ടോ, ആർ നോട്ട് ലീഗലി അക്സെപ്റ്റബിൾ. ഇത് നമുക്ക് ഇപ്പൊ നിയമപരമായിട്ട് അത് അക്സെപ്റ്റബിൾ അല്ല. ഓക്കെ, ഇപ്പൊ 5 വർഷം മുന്നേ സാലറി ചോദിച്ചു, അവരെന്തെങ്കിലും ഓപ്ഷൻ കൊടുത്തിട്ടുണ്ടാവും, ഇത്ര അപ് ടു ഇത്ര വരെ എന്നൊക്കെ ഉണ്ടാവും. അപ്പൊ ഇപ്പൊ എന്ന് പറഞ്ഞാൽ അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമോ നമുക്ക്? ചെറിയ എക്സാമ്പിൾ ഞാൻ പറഞ്ഞാം. ആപ്ലിക്കേഷൻ ഫോമിലെ സാലറി, എക്സ്പെക്ടഡ് സാലറി ചോദിച്ചു, അപ് ടു ഇത്ര ആ ഒരു ഓപ്ഷൻ ഉണ്ടെന്ന് പറയാം. അതിനകത്ത് ഏതാന്ന് വെച്ചാൽ നമ്മളോട് ടിക്ക് ഇടാനാ പറഞ്ഞേക്കണെങ്കിൽ അതിപ്പോ ആ ക്വസ്റ്റ്യൻ, സെയിം ക്വസ്റ്റ്യൻ, അത്രയും പൈസ എന്നുള്ളത് ഇപ്പൊ നിയമപരമായിട്ട് അതെന്തല്ല, അക്സെപ്റ്റബിൾ അല്ല. അതാണ് 5 വർഷം മുന്നുള്ള ആ ക്വസ്റ്റ്യൻസ് ഇപ്പൊ അതിന് വാല്യൂ ഇല്ല എന്നാ പറയുന്നത്. മനസ്സിലായോ? The Equal Employment Opportunity Commission based on federal legislation ഇതിനെയൊക്കെ ബേസ് ചെയ്തിട്ട് provide guidelines to employers on what information can be requested from the candidates. കണ്ടോ, എന്താണ് Equal Employment Opportunity Commission, പിന്നെ അതുപോലെ തന്നെ ഫെഡറൽ ലെജിസ്ലേഷൻ, ഇതൊക്കെ അനുസരിച്ച് പ്രൊവൈഡ് ഗൈഡ്ലൈൻ, ഒരു ഗൈഡ്ലൈൻസ് കൊടുത്തിട്ടുണ്ട്, ഒരു മാർഗനിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. ആർക്ക്? എംപ്ലോയറിന്. ഇതിനു വേണ്ടി on what information can be requested, എന്തൊക്കെ ചോദ്യങ്ങൾ ചോദിക്കാം. മനസ്സിലായോ? കാൻഡിഡേറ്റ്സിനോട് ആപ്ലിക്കേഷൻ ഫോമില് എന്തൊക്കെ ചോദ്യങ്ങൾ ചോദിക്കാം എന്നുള്ളതിന് ഒരു ഗൈഡ്ലൈൻസ് കൊടുത്തിട്ടുണ്ട് എംപ്ലോയറിന്. സോ to avoid, അപ്പൊ എന്തിനു വേണ്ടിയാ? അതുകൊണ്ട് നമുക്ക് എന്ത് ഒഴിവാക്കാൻ പറ്റും? pre-judge based on the sex, race, religion, color, national age, disability, genetic information, ഇതൊക്കെയായി ബന്ധപ്പെട്ട് അവരുടെ സെക്സ്, മെയില്, ഫീമെയില്, വംശം, ജാതി, റേസ്, റിലീജിയൻ, മതം, അതുപോലെ നാഷണൽ ഓറിജിൻ, ഏജ്, വയസ്സ്, ഡിസബിലിറ്റി ഓർ ജനറ്റിക് ഇൻഫർമേഷൻ, ഇങ്ങനെയുള്ളതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു വിധി ഒഴിവാക്കാൻ പറ്റും. ഓക്കെ, എന്നിവയായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഒരു മുൻവിധി നമുക്ക് ഒഴിവാക്കാൻ പറ്റും. ഓക്കെ, അതിനകത്ത് ആ ആക്ട് ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കാം. പിന്നെ അടുത്ത് ഓക്കെ, ബാക്കിയൊന്ന് വായിച്ചു വെച്ചേക്കാം കേട്ടോ. പിന്നെ 5 വർഷം മുന്നുള്ളത് ഇപ്പൊ നമുക്ക് ലീഗലി അക്സെപ്റ്റബിൾ അല്ല എന്നുള്ളത് നോക്കാം. പിന്നെ അടുത്ത് നോക്കിയേ, ഇനി ആപ്ലിക്കേഷൻ ഫോമിന്റെ ഒരു പർപ്പസ് എന്താ? പർപ്പസ് ഓഫ് ആപ്ലിക്കേഷൻ ഫോം ആണ് കേട്ടോ നമ്മൾ നോക്കുന്നത്. പർപ്പസ്, എന്തിനൊക്കെ വേണ്ടിയിട്ടാണ് ആപ്ലിക്കേഷൻ ഫോം, അതിന്റെ ഉദ്ദേശം എന്താണ്? ഒന്നാമത് നമുക്ക് കൃത്യവും വസ്തുതാനിഷ്ഠപരമായിട്ടുള്ള വിവരങ്ങൾ പ്രൊവൈഡ് ചെയ്യാൻ, നൽകാൻ. പിന്നെ ആപ്ലിക്കൻസിന് ഒരു നിയമപരമായിട്ടുള്ള സംരക്ഷണം ആപ്ലിക്കേഷൻ ഫോം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ അടുത്തതാണ് ടു ഫെസിലിറ്റേറ്റ് എഫക്റ്റീവ് ആൻഡ് പ്രൊഡക്റ്റീവ് ഇന്റർവ്യൂ, ഒരു ഫലപ്രദമായിട്ടുള്ള, ഒരു കാര്യക്ഷമമായിട്ടുള്ള പ്രൊഡക്റ്റീവ് ഇന്റർവ്യൂ അനുവദിക്കാൻ, ഫെസിലിറ്റേറ്റ്, ഫലപ്രദവും ഉൽപാദനക്ഷമതമായിട്ടുള്ള ഈ ഒരു ഇന്റർവ്യൂ സുഗമമാക്കുന്നതിന്. For enabling productive interview, our employers make use of background information gathered with the help of application form. ഇങ്ങനെയാ ഈ ആപ്ലിക്കേഷൻ ഫോമിലൂടെ ശേഖരിച്ചിട്ടുള്ള, അതായത് ഒരു നല്ലൊരു പ്രൊഡക്റ്റീവ് ഇന്റർവ്യൂ എന്ന് പറഞ്ഞാൽ, ഫോർ എനേബിളിംഗ് പ്രൊഡക്റ്റീവ് ഇന്റർവ്യൂ എന്ന് പറഞ്ഞാൽ ഒരു നല്ലൊരു റിസൾട്ട് കിട്ടാൻ, അതാണ് ഗുഡ് റിസൾട്ട് കിട്ടാനായിട്ട്, നല്ലൊരു റിസൾട്ട് കിട്ടാൻ. ഫോർ എനേബിളിംഗ്, സാധ്യമാക്കുന്നു. പ്രൊഡക്റ്റീവ് ഇന്റർവ്യൂസ്, ദ എംപ്ലോയീസ് മേക്ക് ദ യൂസ് ഓഫ് ബാക്ക്ഗ്രൗണ്ട് ഇൻഫർമേഷൻ ഗ്യാതേർഡ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദ ആപ്ലിക്കേഷൻ ഫോം. ആപ്ലിക്കേഷൻ ഫോമിലൂടെ ശേഖരിച്ചിട്ടുള്ള കാൻഡിഡേറ്റ്സിനെ സംബന്ധിക്കുന്ന ആ ബാക്ക്ഗ്രൗണ്ട് ഇൻഫർമേഷൻ ഉപയോഗിച്ച് നല്ലൊരു
നല്ലൊരു റിസൾട്ട് സാധ്യമാകുന്നു. Then application forms help in providing an unfiltered version of an applicant work history and experience to the employers. Underline ചെയ്തോട്ടോ, ഒരു പതിപ്പ് നൽകാണ്. Application form help in providing unfiltered version, filter ചെയ്യാത്ത ഒരു പതിപ്പ് ആപ്ലിക്കൻസിന്റെ വർക്ക് ഹിസ്റ്ററി, ഒരു ജോലി പശ്ചാത്തലങ്ങളെ കുറിച്ച്, ഹിസ്റ്ററിനെ കുറിച്ച് ഒരു നമ്മള് ഫിൽറ്റർ ചെയ്യാത്ത ഒരു വേർഷൻ ആപ്ലിക്കേഷൻ ഫോമിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നു. ആൻഡ് എക്സ്പീരിയൻസ് ടു ദ എംപ്ലോയേഴ്സ്, അതുപോലെ തന്നെ കാൻഡിഡേറ്റ്സിന്റെ എക്സ്പീരിയൻസും എംപ്ലോയറിന് കൈമാറാനായിട്ട് ആപ്ലിക്കേഷൻ ഫോം ഹെൽപ്പ് ചെയ്യും. Then application form are used to gather such information as it is easy for the candidates exaggerate resumes. അതായത് റെസ്യൂം ഇല്ലേ, നമ്മുടെ ബയോഡാറ്റ റെസ്യൂമിലാവുമ്പോ നമ്മുടെ കാര്യങ്ങൾ പെരുപ്പിച്ച് കാണിക്കാൻ പറ്റും അല്ലെ. നമ്മളെ എന്തൊക്കെ കാര്യങ്ങൾ ചേർക്കണം, എഴുതണം എന്നൊക്കെ ക്വസ്റ്റ്യന് നമ്മളാക്കി ആൻസർ നമ്മളാക്കി എഴുതണം അല്ലെ. പേര് വേണം, അഡ്രസ് വേണം, അല്ലെങ്കിൽ എന്തൊക്കെ ഓഫീസ് എന്തൊക്കെ ഉൾപ്പെടുത്തണം. നിങ്ങൾ ഉണ്ടാക്കിയിട്ടില്ലേ നിങ്ങളുടെ റെസ്യൂം, ബയോഡാറ്റയിലാകുമ്പോ ഈ ആപ്ലിക്കേഷൻ ഫോമിനേക്കായി കാര്യങ്ങൾ കുറച്ചും കൂടി പെരുപ്പിച്ച് കാണിക്കാൻ പറ്റും, എന്നാൽ ആപ്ലിക്കേഷൻ ഫോം ensures that everyone is on an equal footing as the applicants are asked about the same information. ഉണ്ടോ? എന്നാ ആപ്ലിക്കേഷൻ ഫോമിലോ എല്ലാവർക്കും ഒരുപോലത്തെ അല്ലേ. നമ്മളിപ്പോ 10 പേരും കൂടി നമ്മളൊരു സ്ഥാപനത്തിലേക്ക് ഒരു ജോലിക്ക് ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്യാനായിട്ട് ഫോം മേടിച്ചു കഴിഞ്ഞാൽ 10 ഫോം ഒരുപോലെ ഇരിക്കൂലേ ആപ്ലിക്കേഷൻ ഫോം? ഇല്ലേ? അല്ലാതെ എനിക്ക് കിട്ടേണ്ടത് ഓരോന്ന് ബാക്കിന്റെ വേറെ, കാവ്യക്ക് വേറെ, ഗംഗയ്ക്ക് വേറെ, അങ്ങനെ കിട്ടുമോ? എല്ലാം ഒരേപോലെ ആയിരിക്കും. അപ്പൊ നമ്മളെല്ലാവരും ആ ചോദിച്ച ചോദ്യത്തിന് തന്നെ ആൻസർ എഴുതോളൂ അല്ലെ. അപ്പൊ കാൻഡിഡേറ്റ്സിൽ നിന്ന് സെയിം ഇൻഫർമേഷൻ ആണ് ആപ്ലിക്കേഷൻ ഫോമിലൂടെ ആ എംപ്ലോയറിന് അവിടെ കിട്ടുന്നത്. എന്നാൽ ഇവിടെ റെസ്യൂം ആണെങ്കിലോ, എന്റെ റെസ്യൂം പോലെ ആയിരിക്കില്ല ചിലപ്പോ കാവ്യയുടെ റെസ്യൂം അല്ലെ, സജനയുടെ റെസ്യൂം വേറെ ആയിരിക്കും. അത് നമ്മളാ ഉണ്ടാക്കണ റെസ്യൂം. അപ്പൊ റെസ്യൂമിലാണെങ്കിൽ എനിക്ക് വേണമെങ്കിൽ ജോലി കിട്ടാൻ വേണ്ടി എന്റെ കുറച്ചും കൂടി കാര്യങ്ങൾ വേണമെങ്കിൽ അവിടെ പെരുപ്പിച്ച് കാണിക്കാൻ പറ്റും. അതാണ് ആ ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത്. ആപ്ലിക്കേഷൻ ഫോംസ് ആർ യൂസ്ഡ് ബൈ ദ എംപ്ലോയർ ഇൻ ഓർഡർ ടു റാപ്പിഡ്ലി ഐഡന്റിഫൈ ദ പ്രോബ്ലം ലൈക്ക് ജോബ് ഹോപ്പിംഗ്, criminal history and ineligibility to work in the country. പിന്നെ അതുപോലെ നോക്കിയേ, എല്ലാവരെയും നമ്മൾ പറഞ്ഞു തുല്യ സ്ഥാനത്ത് കാണാനായിട്ട് ആപ്ലിക്കേഷൻ ഫോം ഉറപ്പുവരുത്തുന്നു. പിന്നെ അത് കൂടാതെ നമ്മൾ എന്തിന് ആപ്ലിക്കേഷൻ ഫോംസ് ആർ യൂസ്ഡ് ഇൻ എംപ്ലോയറിനെ എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നത്? in order to identify the problems like job hopping എന്ന് പറഞ്ഞാൽ എന്താ? ജോലി മാറാനുള്ള സാധ്യത ഉണ്ടോ? ജോബ് ഹോപ്പിങ്ങിനെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ജോലി ചേഞ്ചിങ് ജോബ്, അതാണ് ജോബ് ഹോപ്പിംഗ്. ക്രിമിനൽ ഹിസ്റ്ററി, പിന്നെ ആപ്ലിക്കൻസിന്റെ ക്രിമിനൽ ഹിസ്റ്ററി, അതുപോലെ ഇന്റലിജിബിലിറ്റി ടു ദ വർക്ക് ഇൻ ദ കൺട്രി, ആ ബുദ്ധിശക്തി, നമുക്ക് ഇവിടെ വർക്ക് ചെയ്യാനുള്ള ഒരു ബുദ്ധിശക്തി, ഇങ്ങനെയുള്ളതെല്ലാം നമുക്ക് അങ്ങനെയുള്ള പ്രശ്നങ്ങൾ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് എംപ്ലോയറിന് ഈ ആപ്ലിക്കേഷൻ ഫോംസ് ഉപയോഗിക്കാം. അതും കൂടി ഒന്ന് അണ്ടർലൈൻ ചെയ്തിടാം. ലാസ്റ്റ് സെന്റൻസ് അണ്ടർലൈൻ ചെയ്തിടാം ഫസ്റ്റ്. പിന്നെ അതുപോലെ തന്നെ അണ്ടർലൈൻ ചെയ്യേണ്ടത് application form help in providing unfiltered version of an applicant work history. അണ്ടർലൈൻ ചെയ്തിടാം. and experience to the employer. ആ സെന്റൻസ് അതിൽ അണ്ടർലൈൻ ചെയ്തിടാം. ഓക്കെ, പിന്നെ അടുത്തതാണ് വെരിഫിക്കേഷൻ. നാലാമത്തെയാണ് വെരിഫിക്കേഷൻ. അൺഎംപ്ലോയ്മെന്റ് ആപ്ലിക്കേഷൻ ഫോംസ്. ഇനി ആപ്ലിക്കേഷൻ ഫോമിന്റെ അടുത്തൊരു പർപ്പസ് ആയിട്ടായി പറയുന്നത് എന്താണ്? വെരിഫിക്കേഷന് വേണ്ടിയിട്ട്. അൺഎംപ്ലോയ്മെന്റ് ആപ്ലിക്കേഷൻ ഫോം ഡിഫർ ഫ്രം ദ റെസ്യൂം. അത് പറഞ്ഞത് ആപ്ലിക്കേഷൻ ഫോം റെസ്യൂമിൽ നിന്ന് വ്യത്യാസമാണ്. മനസ്സിലായില്ലേ? റെസ്യൂം എന്ന് പറഞ്ഞാൽ നമ്മൾ തന്നെ എന്തൊക്കെ കാര്യങ്ങൾ ഉൾപ്പെടുത്തണം എന്നൊക്കെ നമ്മുടെ ബയോഡാറ്റ, നമ്മുടെ റെസ്യൂം നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന. ഇന്ന് ആപ്ലിക്കേഷൻ ഫോം ആണെങ്കിലും അവിടെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, നമ്മൾ അത് ഫില്ല് ചെയ്താൽ മതി അല്ലെ. ബ്ലാങ്ക് ഇട്ട് കൊടുത്തിട്ടുണ്ടാവും, അത് ഫില്ല് ചെയ്താൽ മതി. ഉണ്ടോ? അതാണ് ആപ്ലിക്കേഷൻ ഫോം ഡിഫർ ഫ്രം റെസ്യൂം. റെസ്യൂമിൽ നിന്ന് വ്യത്യാസമാണ്. as it is a legal document signed by the applicants to certify that true and correct information is provided by them. അണ്ടർലൈൻ ചെയ്തിട്ടോ? ആപ്ലിക്കേഷൻ ഫോം എന്ന് പറഞ്ഞാൽ എന്താണ്? it is a legal document. അണ്ടർലൈൻ ചെയ്തോ?
is a legal document signed by the applicants. Application ഫോമിന്റെ ലാസ്റ്റ് നമ്മൾ സൈൻ ചെയ്യാറില്ലേ? അവിടെ സൈൻ ചെയ്യാൻ ആപ്ലിക്കൻസിന്റെ സിഗ്നേച്ചർ എന്ന് പറഞ്ഞൊരു സ്പേസ് അവിടെ ഇട്ടിട്ടുണ്ടല്ലോ അല്ലെ? നമ്മൾ എഴുതിയേക്കുന്ന കാര്യങ്ങളൊക്കെ എന്റെ അറിവിനും സമ്മതത്തിനും ഒക്കെ ശരിയാണെന്ന് ഉറപ്പുവരുത്തുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ലാസ്റ്റ് നമ്മളുടെ ഒരു സിഗ്നേച്ചർ ഇല്ലേ? എന്തായാലും അതിനൊരു വാലിഡിറ്റി ഉണ്ടാവുള്ളൂ. വെറുതെ ഇത് മാത്രം എഴുതിയാലല്ലോ. ലാസ്റ്റ് ഒരു സിഗ്നേച്ചറിന് സ്പേസ് ഉണ്ട്. അതെന്താ പ്രൂവ് ചെയ്യുന്നേ? ആ സിഗ്നേച്ചർ എന്താ? വെറുതെ ഇടുന്നതാണോ സിഗ്നേച്ചർ? എന്താ? ടു സർട്ടിഫൈ ദാറ്റ് the true and correct information is provided by them. ഞാൻ പറഞ്ഞേക്കുന്നത് വെളിപ്പെടുത്തിയേക്കുന്നത് സത്യമായിട്ടുള്ള കൃത്യമായിട്ടുള്ള വിവരങ്ങളാണെന്ന് പ്രൂവ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ അവിടെ സൈൻ ചെയ്യുന്നത് അല്ലെ? ഒന്ന് അണ്ടർലൈൻ ചെയ്തോട്ടെ ആ സെന്റൻസ്. ലീഗൽ ഡോക്യുമെന്റ് എന്നുള്ളത് dash is a legal document signed by the അങ്ങനെ ചോദിക്കാം applicants. A paragraph on most application forms provide warning that omission or false information of the form may be result in the application being rejected or the employee being fired. എന്താ പറഞ്ഞേക്കുന്ന? ഇനി ഒരു കാര്യം കൂടി പറഞ്ഞേക്കണ്ട അതിനകത്ത്. നിങ്ങൾ ശ്രദ്ധിച്ച നമുക്കറിയാം, അതായത് നമ്മളിപ്പോ വെളിപ്പെടുത്തിയേക്കുന്ന വിവരങ്ങള് അവർ പരിശോധിച്ച് നോക്കുമ്പോൾ തെറ്റാണെന്ന് കണ്ടു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മൾ തെറ്റായിട്ടുള്ള വിവരങ്ങളാണ് ആപ്ലിക്കേഷൻ ഫോമില് എഴുതിയേക്കുന്നത് എന്ന് കണ്ടു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അവര് ആപ്ലിക്കേഷൻ ഫോം ഒന്നില്ലെങ്കിൽ റിജക്ട് ചെയ്യും, അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നു? അവരെ പുറത്താക്കും. ഇനിയിപ്പോ നമ്മള് ഒരു തെറ്റായിട്ടൊക്കെ പറഞ്ഞൊക്കെ നമ്മള് ജോലിക്ക് കയറി എന്ന് വിചാരിക്കാം. ആപ്ലിക്കേഷൻ ഫോമില് ചിലപ്പോ നമ്മള് ഡിഗ്രി ഒന്നുമില്ല, ഡിഗ്രി ഉണ്ടെന്നൊക്കെ പറഞ്ഞൊക്കെ എന്തെങ്കിലും ബൈ ചാൻസ് കൊണ്ട് കയറി കഴിഞ്ഞാൽ പോലും എന്ത് ചെയ്യുന്നു? ആ എംപ്ലോയിനെ അവിടുന്ന് അവര് പുറത്താക്കും. ആപ്ലിക്കേഷൻ ഫോമിൽ തെറ്റായിട്ടുള്ള വിവരങ്ങളാണ് രേഖപ്പെടുത്തിയേക്കുന്നത് എന്ന് കണ്ടു കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നു? ആപ്ലിക്കേഷൻ ബീങ് റിജക്റ്റഡ്, അത് റിജക്ട് ചെയ്യും. ഓർ employee being fired, employee പുറത്താക്കും. In addition, application form may contain a statement giving hiring employee permission for examining records, conducting background or credit checks, and examining contact references and previous employers. ഒന്ന് അണ്ടർലൈൻ ചെയ്തോട്ടോ. ഇത് കൂടാതെ ആപ്ലിക്കേഷൻ ഫോമില് അഡീഷണൽ ഇൻഫർമേഷൻസും കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ആപ്ലിക്കേഷൻ ഫോം മേ കണ്ടെയ്ൻ ദ സ്റ്റേറ്റ്മെന്റ്, ഈ കാര്യങ്ങളും കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഗിവിംഗ് ഹയറിംഗ് എംപ്ലോയർ പെർമിഷൻ, എംപ്ലോയറിനെ ഗിവിംഗ് നൽകുക, ഹയറിംഗ് എംപ്ലോയർ പെർമിഷൻ, ആ എന്താ പറയാ നിയമിക്കാനുള്ള പെർമിഷൻ, എംപ്ലോയറിനെ നിയമിക്കാനുള്ള പെർമിഷൻ അത് നൽകുന്നു. റെക്കോർഡ്സ് എക്സാമിൻ ചെയ്യാനുള്ളത്, കണ്ടക്ടിങ് ബാക്ക്ഗ്രൗണ്ട് ഓർ ക്രെഡിറ്റ് ചെക്സ് നടത്താനുള്ളത്, എക്സാമിനിങ് കോണ്ടാക്ട് റെഫറൻസസ് ആൻഡ് പ്രീവിയസ് എംപ്ലോയേഴ്സ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇതൊക്കെ പരിശോധിക്കുന്നതിനുള്ള ഒരു അനുമതി നൽകുന്നുണ്ട് എന്ന സ്റ്റേറ്റ്മെന്റും ആപ്ലിക്കേഷൻ ഫോമിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. ആ സെന്റൻസ് അണ്ടർലൈൻ ചെയ്തിടാം. ഫസ്റ്റ് സെന്റൻസ് അണ്ടർലൈൻ ചെയ്യുക. ഓക്കെ, ഇനി തെറ്റായിട്ടുള്ള വിവരങ്ങളാണെന്ന് കണ്ടു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? റിജക്ട് ചെയ്യും. അതൊന്ന് അണ്ടർലൈൻ ചെയ്തോട്ടോ. ബി റിജക്റ്റഡ് ഓർ എംപ്ലോയി ബീങ് ഫയർഡ്. പിന്നെ ലാസ്റ്റ് സെന്റൻസും അതിന് അണ്ടർലൈൻ ചെയ്തില്ല. ഇനി നെക്സ്റ്റ് നമുക്ക് കണ്ടന്റ് ആണ്. കണ്ടന്റ് ഇൻ ആപ്ലിക്കേഷൻ ഫോം. ഒരു ആപ്ലിക്കേഷൻ ഫോമില് എന്തൊക്കെ കാര്യങ്ങൾ ഉണ്ടായിരിക്കണം? ഒന്നാമത്തെയാണ് പേഴ്സണൽ ബാക്ക്ഗ്രൗണ്ട് ഇൻഫർമേഷൻ. എന്താണ് പേഴ്സണൽ ബാക്ക്ഗ്രൗണ്ട് ഇൻഫർമേഷൻ? നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് കാര്യങ്ങള്, അത് ഒരു പോയിന്റ് പറഞ്ഞിട്ട് നിർത്താട്ടോ. ദിസ് ഇൻക്ലൂഡ് ദ ഇൻഫർമേഷൻ റിഗാർഡിംഗ് ദ കാൻഡിഡേറ്റ്സ്. എന്താ പേഴ്സണൽ ബാക്ക്ഗ്രൗണ്ട് ഇൻഫർമേഷൻ? എന്താണ് ഹെഡിങ്? കണ്ടന്റ് ആണ്. ഒരു ആപ്ലിക്കേഷൻ ഫോമിലുള്ള കണ്ടന്റ് എന്താണ്? എന്തൊക്കെ കാര്യങ്ങൾ വേണം ആപ്ലിക്കേഷൻ ഫോമില്? ഒന്നാമത്തെ എന്താണ്? പേഴ്സണൽ ബാക്ക്ഗ്രൗണ്ട് ഇൻഫർമേഷൻ വേണം. This include പേഴ്സണൽ ബാക്ക്ഗ്രൗണ്ട് ഇൻഫർമേഷൻ ഉൾപ്പെടുന്നത് എന്തൊക്കെയാ? ഇൻഫർമേഷൻ റിഗാർഡിംഗ് ദ കാൻഡിഡേറ്റ്സ് നെയിം, കാൻഡിഡേറ്റ്സിന്റെ പേര്, ഡേറ്റ് ഓഫ് ബർത്ത്, കറസ്പോണ്ടൻസ്, അവരുടെ കത്തിടപാടുകളൊക്കെ നടത്തില്ലേ, അതുപോലെ പെർമനന്റ് റെസിഡൻഷ്യൽ അഡ്രസ്, marital status, married ആണോ അൺമാരീഡ് ആണോ, സെക്സ് മെയിൽ ആണോ ഫീമെയിൽ ആണോ, നാഷണാലിറ്റി, പേരൻസ് നെയിം, പേരൻസിന്റെ പേര്, ആനുവൽ ഇൻകം, അവരുടെ വരുമാനം, നമ്പർ ഓഫ് ഡിപ്പെൻഡൻസ്, അവരുടെ ആശ്രിതന്റെ എണ്ണം, നമ്പർ ആണ് കേട്ടോ, ഡിപ്പെൻഡൻസ് നമ്മൾ കോണ്ടാക്ട് ചെയ്യാനൊക്കെ ഉള്ള നമ്പർ,
അവരുടെ നമ്പർ, ഇതെല്ലാ കാര്യങ്ങളും പേഴ്സണൽ ബാക്ക്ഗ്രൗണ്ട് ഇൻഫർമേഷനിൽ വരുന്നതാണ്. അണ്ടർലൈൻ ചെയ്തോട്ടോ, എക്സാമിന് ചോദിക്കാറുണ്ട്. പേഴ്സണൽ ബാക്ക്ഗ്രൗണ്ട് ഇൻഫർമേഷൻ ഇൻക്ലൂഡ്സ്, അത്രയും കാര്യങ്ങൾ അതിനകത്ത് വരുന്നത്. ഗിവ് ദ ഇൻഫർമേഷൻ ടു ദ മാനേജ്മെന്റ് ടു ദ അബൌട്ട് ദ കാൻഡിഡേറ്റ്സ്. ഇതെന്താ, മാനേജ്മെന്റിനെ കാൻഡിഡേറ്റ്സിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻസ് നൽകും. അത് പേഴ്സണൽ ബാക്ക്ഗ്രൗണ്ട് ഇൻഫർമേഷൻ. It give the information to the management. മാനേജ്മെന്റിന് കാൻഡിഡേറ്റ്സിനെ സംബന്ധിക്കുന്ന വിവരങ്ങൾ നൽകുന്നു. Then status of his family, അല്ലെ, ഫാമിലി, ആ കാൻഡിഡേറ്റ്സിന്റെ സ്റ്റാറ്റസ്, നില എങ്ങനെയാ, ഫാമിലിയുടെ എങ്ങനെയാണ്, സൊസൈറ്റിയിൽ എങ്ങനെയാണ്, അതിന്റെ ബാക്ക്ഗ്രൗണ്ട് എങ്ങനെയാണ്, it determines. അതൊക്കെ എന്തിനാ നോക്കുന്നേ, his suitability to the organization. അപ്പൊ നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ആ കാൻഡിഡേറ്റ്സ് ആ ഒരു ഓർഗനൈസേഷന് സ്യൂട്ടബിൾ ആണോ, അവരുടെ സ്യൂട്ടബിലിറ്റി നിർണ്ണയിക്കാൻ. And also the influence all these factors on the personality. ഇതെല്ലാം അവരുടെ പേഴ്സണാലിറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഘടകങ്ങളാണ്, അല്ലേ? And also influence all of these factors on the personality. എന്നുവെച്ചാൽ ഇപ്പൊ നമ്മുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് അല്ലെങ്കിൽ നമ്മുടെ സ്റ്റാറ്റസ്, അതൊക്കെ നമ്മുടെ ഒരു പരിധി വരെ നമ്മുടെ പേഴ്സണാലിറ്റിനെ അഫക്ട് ചെയ്യൂലേ, അല്ലേ? നമ്മുടെ നല്ലൊരു റിച്ച് ഫാമിലിയാണ്, നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് നല്ല ഓക്കെ ആണ്, അപ്പൊ അതിനനുസരിച്ചുള്ള കാര്യങ്ങളാണെങ്കിൽ നമ്മൾ കണ്ടാൽ അറിയാലോ, അല്ലെ? ഇപ്പൊ ഹൈ ഫാമിലി എന്ന് വരുന്നത് ലോ ഫാമിലി എന്ന് വരുന്ന കാൻഡിഡേറ്റ്സിനെ കണ്ടറിയില്ലേ? പിന്നെ അതുകൂടാതെ അവരുടെ പേഴ്സണാലിറ്റി കാര്യങ്ങളൊക്കെ നമുക്ക് വ്യക്തിത്വം, അവരുടെ ബാക്ക്ഗ്രൗണ്ട് എങ്ങനെയാന്നൊക്കെ നോക്കിക്കഴിഞ്ഞാൽ വല്ല ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഓക്കെ, കാൻഡിഡേറ്റ്സിനും ഓൾറെഡി അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവാം. അപ്പൊ അതൊക്കെ എന്തിനാ നോക്കുന്നത്, അവര് ആ ജോലിക്ക് സ്യൂട്ടബിൾ ആണോ, സ്യൂട്ടബിലിറ്റി നോക്കാനാണ്. ഓക്കെ, ഈ കാര്യങ്ങളും കൂടി ഒന്ന് അണ്ടർലൈൻ ചെയ്യാം. ഇത് കൂടാതെ ഈ ഫാക്ടേഴ്സ് എല്ലാം അദ്ദേഹത്തിന്റെ വ്യക്തിത്വത്തില്, പേഴ്സണാലിറ്റിയിൽ ചെലുത്തുന്ന സ്വാധീനവും നിർണ്ണയിക്കാൻ പറ്റും. അണ്ടർലൈൻ ചെയ്തിട്ടോ, ഫസ്റ്റ് സെന്റൻസ് അണ്ടർലൈൻ ചെയ്തിട്ട് അതിനകത്ത് എന്തൊക്കെയാണ് പേഴ്സണൽ ബാക്ക്ഗ്രൗണ്ട് ഇൻഫർമേഷനിൽ വരുന്നത്. ഓക്കെ, ആദ്യത്തെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. ഇത്രയും പഠിച്ച കാര്യങ്ങൾ ഒരു പ്രാവശ്യം തന്നെ വായിച്ചു വെക്കണം കേട്ടോ. ഓക്കെ, ബൈ. എന്തെങ്കിലും സംശയങ്ങളുണ്ടോ ഇന്നെടുത്ത ക്ലാസ്സിലേക്ക്? എന്തെങ്കിലും വായിക്കുന്നുണ്ടോ, ഡൗട്ട് ഉണ്ടോ? ഓക്കെ ആണോ ക്ലാസ്? എന്താണ്, അവിടെ ഇല്ലേ ആരും? ഓക്കെ, എന്നാ ഞാൻ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണ് കേട്ടോ. നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ഓക്കെ, ഇന്ന് തന്നെ ഒന്ന് വായിച്ചു വെക്കണം കേട്ടോ.